ഭക്ഷണം അവന്റെ പക്കലുണ്ടെങ്കിൽ, അവന് ആഫിയത്തുണ്ടെങ്കിൽ, സമാധാനത്തോടുകൂടി എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയെന്നാണ്. ഇതിലും വലുത് എന്താ കിട്ടാൻ കൂട്ടരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗം, ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു തലേ ദിവസത്തെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിശദീകരിച്ചു തരുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സ്വഹാബാക്കൾ വന്നുകൊണ്ടിരുന്നു, രാത്രി വൈകിയും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ പ്രവാചകൻ എന്തു പറ്റി? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ഭേദമുണ്ടോ? നാളെ സുബഹി ജമാഅത്തിന് ഞങ്ങൾക്ക് ഇമാമത്തായി നിൽക്കുമോ എന്നറിയാനാ സ്വഹാബാക്കൾ വന്നിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്നറിയോ? രാത്രിയിൽ വിളക്കണഞ്ഞു പോയി, വിളക്ക് കെട്ടുപോയി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ പോലുമില്ല. തൊട്ടടുത്ത വീട്ടിൽ പോയി വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണ വാങ്ങിക്കൊണ്ടുവരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയത്ത് അവിടുത്തെ വീട്ടിൽ അവസ്ഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുകയുണ്ടായി, ചില ദിവസം ഞങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകയാറില്ല, അതിൽ വിളക്കു കത്തിക്കാനുള്ള എണ്ണയെങ്കിലും ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് കുടിക്കുമായിരുന്നു, ഞാനും പ്രവാചകനും അത് കുടിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയ സ്നാക്സ് നമുക്ക് വേണ്ട, എന്താണെന്നറിയോ? നമ്മൾ നല്ല കഴിച്ച വന്നിനെ വേണ്ട, നമുക്ക് ഇത് പകുതി തിന്നപ്പോ നമുക്കിത് വേണ്ടായിരുന്നു, എടുക്കണ്ടായിരുന്നു, ഇനി ഇത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആലോചിക്കണേ. കാരണം എന്താ? നമ്മളെ വയറ്റിൽ സ്ഥലമല്ല. ചിലരാലോചിക്കുന്നത് ഇപ്പൊ കഴിച്ച ഉച്ചക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചത് എങ്ങനെ തിന്നാണ്. പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ പ്രോഗ്രാമിന് വന്നപ്പോ ചില ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവുക, ഏത് ഷാളാ ഞാൻ ചുറ്റുക, ഏത് ചെരുപ്പാ ഞാൻ ധരിക്കുക. കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പെട്ട ഷാൾ ഇന്ന കളറാണ്, അപ്പൊ ഇനി ഫാമിലി മീറ്റിന് പോകുമ്പോൾ അത് ഇടാൻ പറ്റൂല. അലമാര തുറന്നിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏത് ചെരുപ്പിടണമെന്നാ നമ്മൾ ആലോചിക്കണേ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെരുപ്പിന്റെ എണ്ണം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഇടാനൊന്ന്, പള്ളിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇടാനൊന്ന്, വീട്ടിന്റെ പരിസരങ്ങളിൽ നടക്കുമ്പോൾ ഇടാനൊന്ന്, വീട്ടിലേക്ക് കയറി അകത്തിടാൻ വേറൊന്ന്, വീടിന്റെ ഉള്ളിലെ ടോയ്ലറ്റിൽ വേറെ ഒന്ന്, ടൂറ് പോകുമ്പോൾ ഇടാനുള്ള ഷൂസ് വേറെ ഒന്ന്, മക്കളാണെങ്കിൽ യൂണിഫോമിന്റെ കൂടെ ധരിക്കാനുള്ള വേറെ, ഇതല്ലാതെ ഹവായി ചെരുപ്പ് വേറെ. എത്ര ചെരുപ്പുകൾ ഉണ്ട് എന്ന് ആലോചിച്ചു. എത്ര മൊബൈൽ ഫോണുകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മൊബൈൽ ഫോൺ, പണ്ടൊക്കെ ഒന്നുണ്ടായിരുന്നേ, ഇന്ന് 5 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 7 ഒക്കെ ചിലപ്പോ ഫോണുകൾ പോലും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കുമിഞ്ഞു തരികയാണ് നമുക്ക്. എത്ര അനുഗ്രഹങ്ങളാ! പട്ടിണിക്കാലത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന തലനിരച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ നാട്ടിലെ പട്ടിണിക്കാലത്തെ കുറിച്ച്. ഇന്ന് ആ പട്ടിണിയൊക്കെ പടച്ച റബ്ബ് മാറ്റി നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്ര കാലത്തേക്ക് എന്നറിയില്ല, എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്നറിയില്ല. അതേപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഒന്ന് ചൂടെടുത്താൽ ഫാൻ ഉണ്ടോ? ഫാനുള്ള ആളിനെ കുറിച്ച് ഇതൊക്കെ ഒന്ന് AC ആക്കി കൂടെ എന്നാ നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിക്കണേ. സൗദി അറേബ്യയിലൊക്കെ AC ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കടുത്ത ചൂടാണ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ഇളവ് തന്നു അല്ലെ? കടുത്ത ചൂടാണെങ്കിൽ ജമാഅത്തിന് വരണ്ട. അത് നമ്മളെ നാട്ടിലത്തെ ചൂടുമായിട്ടേ കമ്പയർ ചെയ്യരുത്. ഇന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലൊന്ന് ചെന്ന് നോക്കി, എത്ര കനത്ത വെയിലാണെങ്കിൽ അവിടെ തണുപ്പുണ്ടാവുക. ഈ ഭൗതിക സുഖ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാൻ സ്വഹാബാക്കൾക്കോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അന്ന് സാധിച്ചിട്ടില്ലെന്നാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയിരുന്ന ആളുകള് അതിങ്ങനെ ഹജ്ജിനൊക്കെ പോകാറിന് തിരിച്ചു വരുമോ എന്ന് തന്നെ അറിയില്ല. അതൊരു പോക്ക. എല്ലാരും എല്ലാം പറഞ്ഞു സെറ്റാക്കി ബാധ്യതകളൊക്കെ തീർത്ത് കണ്ട് എല്ലാരും പരമാവധി ചെന്ന് കണ്ടൊരു പോക്ക. കാരണം ഇനി വാപ്പ തിരിച്ചു വരുമോ അറിയില്ല, അങ്ങനെ പോവാ. ഇന്ന് എങ്ങനെയെന്നറിയോ? നമ്മൾ ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന്, ഇപ്പൊ ഞങ്ങളെ നാടിനെ പറ്റിയൊക്കെ എയർപോർട്ടിലൊക്കെ എത്തി ആ ഗട്ടറൊക്കെ ചാടി അവിടുന്ന് നമ്മള് വല്യപ്പാനാണ്ട് ജിദ്ദയ്ക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ട് നമ്മൾ ദൂരം താണ്ടി നാട്ടിലെത്തുന്നതിന് മുമ്പ് ചിലപ്പോ ജിദ്ദന്ന് കോള് വരും, ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. അത്രയും സൗകര്യം ഒന്നുണ്ടായി. ഇന്ന് വെല്ലിപ്പാക്കൊക്കെ പോകുമ്പോ എന്താ പഠിപ്പിച്ചു കൊടുക്കാറ്? പേരക്കുട്ടികള് ഉംറക്ക് പോകുമ്പോ പിന്നെ വൈഫൈ ഇങ്ങനെ കണക്ട് ചെയ്യണ്ട്, മോളിന്ന് തോണ്ടിയിട്ട് ഇവിടെ നെക്കി പിടിച്ചാൽ മതി. വാട്സപ്പിൽ ഇങ്ങനെ വോയിസ് അയക്കണ്ട്. ഇത് ആർക്കാ പറഞ്ഞു കൊടുക്കണേ? വെല്ലിപ്പാർക്കും വെല്ലിമാർക്കും ഉംറക്ക് പോകുമ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് വോയിസ് അയക്കുക, അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുക. ഞാൻ പറഞ്ഞത് സൗകര്യങ്ങളും സംവിധാനങ്ങളും വർദ്ധിച്ചു ഒരുപാട്.
കൺചിമ്മി തുറക്കുന്നതിനിടയിൽ സംവിധാനങ്ങളൊക്കെ മാറി, ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ മാറി. കക്കാട് അങ്ങാടി ഞാൻ കുറെ കാലം മുമ്പ് കണ്ടതാ. ഇന്ന് ഞാൻ അങ്ങനെ വന്നപ്പോ തന്നെയാണല്ലോ ഇപ്പൊ അത്. കോയിച്ചൻ അങ്ങാടി കണ്ടപ്പോ എനിക്ക് വലിയൊരു അത്ഭുതം. അതിന്റെ ഇടയിൽ കൂടെ റോഡ്, കുറെ കാലം ഈ ഏരിയയിൽ കൂടെ അങ്ങനെ വന്നിട്ട് എത്ര പെട്ടെന്നാണ് നാടുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ മാറി വരുന്നത്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ട്. അതിനെക്കുറിച്ച് പറയാനാ വരുന്നേ. നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഇന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ നമ്മൾ എന്താ ഒരു പനിക്ക് ചെന്നതാണ്, തലവേദന മാറണില്ല, പനി കഴിഞ്ഞ മാസം ഉണ്ടായത്, തലവേദന ഇപ്പോഴും മാറിയില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പാരസിറ്റമോൾ അല്ലേ ഇതാ ചോദിക്കും, ടെൻഷൻ ഉണ്ടോ, എന്തെങ്കിലും ഇടങ്ങേറുണ്ടോ, ടെൻഷൻ ഉണ്ടോ, നിങ്ങൾ ഒറ്റക്കാണോ, കുട്ടികളൊക്കെ എവിടെ എന്ന് ഡോക്ടർ ചോദിക്കും. കാരണം ടെൻഷൻ ഇന്ന് ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇപ്പൊ മാറി, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, അത് മാറി. ഇപ്പൊ പുതിയത് എന്തറിയോ? മാനസികമായ പ്രയാസങ്ങളാ. ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ശരീരത്തെ ബാധിക്കുന്നതാണ്. ഇന്ന് ഡോക്ടർമാർ അതിനെക്കുറിച്ച് അതിന് വേണ്ടുന്ന മരുന്നുകൾ എഴുതാനും അത്തരം കേന്ദ്രങ്ങളും നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള ഹാപ്പിനെസ് സെന്ററുകൾ സൈക്കോളജിസ്റ്റുകളുടെ മുന്നിൽ വരി നിൽക്കുന്ന ഉമ്മത്തുകളായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാ പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന തലക്കെട്ടെടുക്കാൻ കാരണം ഈ ശീർഷകം എടുക്കാതെ കാരണതാണ്. നമ്മുടെ കുടുംബത്തിൽ കെട്ടുറപ്പും ബന്ധങ്ങൾ നന്നായാൽ മനസ്സമാധാനം തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ കുടുംബത്തിലേക്ക് എങ്ങനെ സമാധാനം കൊണ്ടുവരാൻ ഞാൻ ഇങ്ങനെ അങ്ങനെ പോകും. ഒരു 5-6 പോയിന്റുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിലൊന്നാമത്തെ പോയിന്റ് എന്തെന്നറിയോ? നമ്മുടെ വീടുകളിൽ ഹലാലേ ഉണ്ടാകാൻ പാടുള്ളൂ. എണ്ണിപ്പിടിച്ചു മനസ്സിൽ കോറി വെക്കുക. എന്റെ വീട്ടിൽ ഹറാമിന്റെ ഒന്നുമില്ല. ആ ഹറാമിന്റെ മുതലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, മക്കളെ കൂട്ടുന്നതെങ്കിൽ, മക്കളെ ധരിപ്പിച്ചതെങ്കിൽ, വീടുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ, വാങ്ങിയ വാഹനം അങ്ങനെയാണെങ്കിൽ, അവസാനം വീടിൽ ടൈലിടാൻ ബാങ്കിൽ ലോൺ എടുത്ത പണയമാണെങ്കിൽ, അല്ലെങ്കിൽ പണയം വെച്ചെടുത്ത പണമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇല്ല, ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കുക, എന്റെ വീട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി? വീടാണല്ലോ മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ആ വീട് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇവിടെ ഇരുന്നാലേക്ക്. എന്റെ വീട് നിർമ്മാണത്തിൽ അന്യനെ പറ്റിച്ച 1 രൂപയില്ല. ഞാൻ വിദേശത്തായിരിക്കും, അർബാബിനെ പറ്റിച്ച, എന്റെ അറബിയെ പറ്റിച്ച 1 റിയാൽ പോലും ഇല്ല. എന്റെ വീടിന്റെ ചുമര് തേച്ച മണൽത്തരിയിൽ അന്യനെ പറ്റിച്ച ഒന്നുമില്ല. അവനെ വഞ്ചിച്ചു നേടിയ, ഉപദ്രവിച്ചു നേടിയ, കൊള്ളലാഭം നടത്തി ഞാൻ നേടിയ, പൂഴ്ത്തിവെപ്പ് നടത്തി, കരിഞ്ചന്ത നടത്തി ഞാൻ നേടിയ, ലോട്ടറി എടുത്ത, ബാങ്കിൽ നിന്ന് പണയമെടുത്ത 1 തരി പോലും എന്റെ വീടിന്റെ ചുമരിലില്ല എന്ന് തീർച്ചപ്പെടുത്തിയാലേ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. ഈ കാലഘട്ടത്തിലൊക്കെ എന്താണെന്നറിയോ? 10 കൊടുത്താൽ 20 കിട്ടും എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാല്ല. അത് തട്ടിപ്പാണോന്നോ, അത് വേറെ ഒന്നും നോക്കാല്ല. അതിന്റെ പിറകെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കാൻ. പലിശ എന്നൊരു പ്രശ്നേ അല്ല. ആർക്കാ പലിശ അല്ല? നമ്മൾ ഒരുപാട് ന്യായങ്ങളൊക്കെ അതിന് പറയും. ഇന്ന ആള് പള്ളി കമ്മിറ്റി ഉള്ള, അപ്പുറത്തെ ആള് ഇപ്പുറത്തെ ആള്, മറ്റേ മൗലവി, ഓലൊക്കെ അങ്ങനെയുള്ള ബാങ്ക് ലോണ് അതൊന്നും എടുക്കാതെ ഇപ്പൊ എങ്ങനെ നടക്കുക? ഒരു ഏർപ്പാട് തുടങ്ങുമ്പോൾ ലോൺ എടുക്കാതെയൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുവോ? ഒരു വണ്ടി എടുക്കുമ്പോ ഇപ്പൊ അടവില്ലാതെ നടക്കുവോ? മൊബൈൽ ഫോൺ വരെ അടവിന. നമുക്ക് പറയാൻ ന്യായങ്ങളുണ്ട്. ഒരു സുഹൃത്തിനോട് പലിശന്റെ ഗൗരവം എങ്ങനെ ഓർമ്മപ്പെടുത്തിയ പറഞ്ഞാൽ തരാം. ഞാൻ പടച്ചോനോട് പറഞ്ഞോളാം. എന്ത്? ഓൻ പലിശക്കാരനായി, ഞാൻ കുടുങ്ങിയിട്ടടുത്ത് എന്ന് പടച്ചോനോട് പറയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബർസഖി ലോകത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ബർസഖി ലോകത്തെ ഒരുപാട് കാഴ്ചകൾ വിശദമായ ഒരു ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വല്ലാത്ത കാഴ്ച കാണുകയാണ്. ഒരു രക്തത്തിന്റെ പുഴയാണ് സ്വപ്നത്തിൽ അവിടുന്ന് കാണുന്നത്. ആ രക്തത്തിന്റെ പുഴയിൽ ഒരു മനുഷ്യൻ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ നീന്തി കരപറ്റാൻ ശ്രമിക്കുമ്പോ കരയിൽ നിന്നൊരാള് ഒരു കല്ലെടുത്തിട്ട് അയാളെ തല തല്ലി ചതക്കും. അയാളെ രക്തപ്പുഴയിലേക്ക് വീഴും. അയാൾ ആ രക്തപ്പുഴയിൽ നിന്ന് വീണ്ടും മറുകര പറ്റാൻ ശ്രമിക്കുമ്പോ ആ മറുകരയിൽ നിന്ന് മറ്റൊരാൾ അയാളുടെ തല തല്ലി ചതക്കുന്നു. അയാൾ വീണ്ടും ആ രക്തപ്പുഴയിലേക്ക് വീഴുകയാണ്. വല്ലാത്തൊരു പേടി തോന്നി ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് അക്കൂട്ടര്? ഇത് വല്ലാത്തൊരു ശിക്ഷയാണല്ലോ. അവിടുന്ന് കിട്ടുന്ന മറുപടി എന്താ? ആക്കിലു റിബ, പലിശ ഭുജിച്ചവനാണ്, പലിശ തിന്നവനാണ്. മദ്രസയിലെ
നമ്മുടെ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഹദീസുണ്ട്. അഖില റിബാവ മൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. അതിന്റെ എഴുത്തുകാരല്ലെങ്കിൽ അത് തിന്നുന്നവരും തീറ്റിക്കുന്നവരും മാത്രമല്ല, അതിന്റെ എഴുത്തുകാരും സാക്ഷികൾ പോലും അള്ളാഹുവിന്റെ അടുക്കൽ തുല്യരാണ്. കയ്യിലെ മൊബൈൽ ഫോണിലുണ്ട്. മൊബൈൽ ഫോണിൽ മൈലാഞ്ചിടൽ വരെ ഇപ്പൊ ഫോണിൽ ആപ്ലിക്കേഷൻ നോക്കിയിട്ടാ. മൈലാഞ്ചിടാനുള്ള ആപ്പ്, പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ആപ്പ്, എല്ലാത്തിനും ആപ്പാ. ഖുർആനിന്റെ ആപ്പ് ചിലപ്പോ എവിടെ ഉണ്ടാവൂല. തട്ടെങ്ങനെ ചുറ്റാന്ന് വരെ ഫോണിൽ നോക്കിയിട്ടാ ചുറ്റണേ. പക്ഷെ ഖുർആൻ ഓതാൻ ചിലപ്പോ എന്തുണ്ടാവൂല, ഈ മൊബൈൽ ഫോണിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവൂല. എന്തൊക്കെ സൗകര്യങ്ങൾ ആലോചിച്ച് നോക്കി. വീട്ടിലിരുന്ന് ഓതി ബാക്കി പള്ളിന്ന് ഓതാ. അതിന് ഈ ഖുർആൻ ഇങ്ങനെ എടുത്തു പോകേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോണിൽ സംവിധാനം ഉണ്ട്. ഇതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അമാനി മൗലവിന്റെ തഫ്സീർ സൗജന്യമായിട്ട് നമുക്ക് ആപ്ലിക്കേഷന് വെച്ച് അത് വലുതാക്കി തന്നെ നമുക്ക് വായിക്കാൻ സംവിധാനമുണ്ട് എന്നാണ്. അമാനി മൗലവിന്റെ തഫ്സീറിനെ പറ്റി നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു. മർഹൂം അമാനി മൗലവി തഫ്സീർ രചിക്കുമ്പോ എവിടെയോ എഴുതിയത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു അറബി വാക്കിന്റെ ശരിയായ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് അക്കാലത്ത് തീവണ്ടി കയറുന്ന മർഹൂം അമാനി മൗലവി ഇന്ന് അറബ് ലോകത്തെ ഏത് ഡിക്ഷണറി വേണോ നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കിട്ടുന്ന അങ്ങനെ പ്രയാസപ്പെട്ട ഒരു തഫ്സീർ നമ്മുടെ കൈകളിൽ തന്നിട്ടേ ആ തഫ്സീർ നമ്മൾ എത്ര വായിച്ചെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു. അമാനി മൗലവിന്റെ തഫ്സീർ ഒരു വട്ടെങ്കിലും വായിച്ചു എന്ന് പറയാൻ നമ്മിൽ എത്ര ആളുകൾക്ക് പറ്റുന്ന? സൂറത്തുൽ ഫാത്തിഹന്റെ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ഫാത്തിഹന്റെ എങ്കിലും ആ ഒരു തഫ്സീർ എടുത്തൊന്നും മറിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് ആലോചിച്ചു. സൂറത്തേക്ക് കയറണ്ട, അമാനി മൗലവിന്റെ തഫ്സീറിന്റെ ആമുഖം, തഫ്സീർ തുടങ്ങണതിന്റെ മുമ്പ് ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെങ്കിലും ഒന്ന് വായിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ആലോചിച്ചു. എന്തേ അമാനി മൗലവിന്റെ തഫ്സീർ വാങ്ങാൻ പൈസ ഇല്ലായിട്ടാ? അല്ലല്ലോ, നമ്മുടെ പള്ളിയിൽ ഉണ്ടാവുമല്ലോ. അതല്ല, മൊബൈൽ ഫോണിൽ വായിക്കാൻ കഴിയല്ലോ. PDF കുറഞ്ഞ MB-ക്ക് 2 MB 2.6 MB-ക്കോ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും നമ്മൾ എടുക്കണില്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീട്ടിലില്ല. പിന്നെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വീട്ടിൽ വന്നിട്ട് വാപ്പ വൈകി ജോലി കഴിഞ്ഞ് വന്നപ്പോ വാപ്പാനോട് പറയാ, മദ്രസിലെ ഉസ്താദിന്റെ ഓത്ത് നല്ല ഈണുണ്ട്, വാപ്പാന്റെ ഓത്ത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ വാപ്പ പറയും, അതിനെ വാപ്പ പള്ളിക്കെന്നാ ഓതലേ, വാപ്പ പള്ളിക്ക് എപ്പോഴാന്ന് വേറെ ചോദ്യം. പലപ്പോഴും പുരുഷന്മാർ എന്തില്ല വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നിന്ന് പിറകോട്ട് പോന്നുന്നാൽ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ സമാധാനം വേണോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറയുന്നുണ്ട്, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ ചിലത് നിങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കണം. ആരോടാ? പുരുഷന്മാരോട് തന്നെ പറഞ്ഞേ. ഏത് നിസ്കാരത്തെ പറ്റിയാ? സുബഹിസ്കാരോ ദുഹറോ അസറോ ഇശ എന്നല്ല. നിങ്ങളുടെ നമസ്കാരത്തിലെ ചില റവാത്തിബ് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കണം കേട്ടോ. എന്താ കാരണമെന്നറിയോ? വലാ തത്തഖിദൂഹാ ഖുബൂറ. നിങ്ങൾ അങ്ങനെ നിസ്കരിക്കാതായാലേ നിങ്ങൾ വീട് ഖബറുകളായി മാറും. കാരണം ഖബറിങ്ക എന്തില്ല? സുജൂദില്ല. നിങ്ങൾ നിസ്കരിക്കാതെ ആയാലേ ഖബറും നിങ്ങളെ വീടും പിന്നൊരു വ്യത്യാസം ഉണ്ടാവൂല. അതുകൊണ്ട് വീടുകളിൽ വെച്ച് നമസ്കരിക്കണം എന്നാണ്. ഉമ്മമാർക്ക് പറയാൻ പറ്റണം, സുബഹി ജമാഅത്തിന് വാപ്പ പോകുമ്പോ അല്ലെങ്കിൽ മക്കൾ പോകുമ്പോ ഭർത്താവ് പോകുമ്പോ ആ 2 റക്അത്ത് ഇവിടുന്ന് നിസ്കരിച്ചു പോയിക്കോളി എന്ന് പറയാൻ പറ്റണം. അതിന് പോണോലെന്നെ എപ്പോഴാ പോകുകയോ ആ റുക്കൂ കണ്ട് പോണതിന്റെ മുന്നേ കണക്കാക്കിയിട്ട് ബൈക്ക് എടുക്കുക. എന്നാ റുക്കൂവാണ് കിട്ടി, ആ റക്അത്ത് കിട്ടിയല്ലോ, ആ ശൈലി ഒന്ന് മാറ്റണം. എന്നിട്ട് വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചു പോയാലേ പള്ളിക്കന്ന് നിന്നാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാലോ തഹിയ്യത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ നമ്മളെ വീട്ടിലുണ്ടാവണം. നിങ്ങൾ എന്തായാലും അങ്ങാടി കൂടെ ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ടാ വരുന്നേ, പിന്നെ അതിന്റെ ശേഷമുള്ള സുന്നത്ത് നിങ്ങൾക്ക് ഇവിടെ നിസ്കരിച്ചൂടെ എന്ന് മക്കളോടും ഭർത്താക്കന്മാരോടും പറയാൻ പ്രിയപ്പെട്ടവരെ ആ മാറ്റം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തത് വീട് ഹലാലേ ഉണ്ടാകാൻ പാടുള്ളൂ. വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. നമ്മുടെ ചില സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ വെച്ചാക്കണം. അടുത്ത പോയിന്റ് എന്തെന്നറിയോ? നമ്മൾ ഇസ്ലാഹി ആദർശത്തില് പലപ്പോഴും കുടുംബ ബന്ധത്തിലെ ശൈഥില്യങ്ങൾ സംഭവിക്കുന്നത് അവിടെ.
അപ്പൊ ഖുർആൻ ഒത്തുണ്ടോ? ഉണ്ട്. നിസ്കാരം ഉണ്ടോ? ഉണ്ട്. നിസ്കാരം അവിടെ തന്നെയാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാ സുബൈക്ക് പോണ്. ഹലാലല്ലേ ഉള്ളൂ, ഹലാലേ ഉള്ളൂ. അതിൽ നല്ല ശ്രദ്ധ ഉണ്ട്. എന്നാലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതും ഇതും പറയുന്നു. അതിലൊരു സുഖം കിട്ടണില്ല. വീട്ടിൽ കയറി ചെന്നാൽ പരാതി തന്നെ ഉള്ളൂ. അവിടെ എത്തിയ ഒരു സമാധാനം ഉണ്ടാവൂല. പരമാവധി നേരം വൈകിട്ട് വീട്ടിലെത്തുക. എന്താ കാരണം എന്നറിയോ? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം കേട്ടോ. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. അള്ളാഹു എല്ലാരെയും ഒരേപോലെ അല്ല ഉണ്ടാക്കിയേ. ചിലവർക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് കായ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും, കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. ചിലവർക്ക് കുറച്ച് കാലത്തേക്ക് ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പൈസന്റെ ഒരു ഇടങ്ങേറ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് ലാഭമൊന്നും കച്ചവടത്തിൽ ഉണ്ടാവൂല. ചിലർക്ക് മക്കളെ കൊടുക്കും, ആരോഗ്യം കൊടുക്കും, പിന്നെ അധികാരം കൊടുക്കും. ഇതൊക്കെ വ്യത്യസ്ത. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം എന്നാ. ഇവിടെ നല്ലൊരു വീടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അയാളും ആലോചിക്കെന്തേക്കാരുന്നൊരു വലിയൊരു വീടിനെ കുറിച്ച്. ഗേറ്റും മുന്നിൽ ടൈല് വരെ ഇട്ടിട്ടുണ്ട്, കല്ല് വരെ പതിച്ചിട്ടുണ്ട്. അയാൾ ഇരുന്ന് ആലോചിക്കെന്തേക്കാരുന്നൊരു ഗേറ്റ് പോരാ, ഗേറ്റ് ഇനി റിമോട്ടിന്റെ ഗേറ്റ് ആക്കണത്. കാറ് നിർത്തിയിട്ട് ഡോറ് തുറക്കലൊക്കെ ഇടങ്ങേറാണ്. അപ്പുറത്തുള്ള ആലോചിക്കണം എന്തേക്കാരം, ഒരു ഗേറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പട്ടിയാള് കയറൂലേനി. ഇങ്ങനെയൊക്കെ ആലോചിക്കുക. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഈ പിന്നെ തെക്ക് ഭാഗത്തേക്ക്, തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ, ഇപ്പൊ ഈ ഹൈവേ ഒക്കെ വന്നപ്പോ എങ്ങനെയെന്ന് അറിയില്ല, പണ്ടൊക്കെ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ്. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കല്ല് കൊത്താനും അമ്മി ഉണ്ടാക്കാനും ഒരലുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ നോക്കി നമ്മളെ AC കാറിലൊക്കെ ഇങ്ങനെ ഇട്ട് പോകുമ്പോ അവർക്കൊരു കുടുംബമായിരിക്കും. ചെറിയ കുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും. ചിലപ്പോൾ ഒരു തൊട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ടാവും, മരത്തുമ്മലെ തൊട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ വലിയൊരു ലോറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ആ അമ്മ നേരെ തൊട്ടിൽ പോയിട്ടൊന്ന് ആട്ടും. കാരണം എന്താ, ആ ലോറി പോയപ്പോ ശബ്ദം കേട്ടിട്ട് കുട്ടി എന്ത് ചെയ്തു, ഓണന്നു ആ കുട്ടീനെ ആട്ടിയത്. ആ അമ്മ അപ്പോഴാഗ്രഹിക്കുന്നത് എന്റെ കുഞ്ഞിനെ ശബ്ദമുഖരിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു തൊട്ടില് കെട്ടാൻ തണലുള്ള ഒരു മരച്ചുവടുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അമ്മയായിരിക്കും. ആലോചിച്ചു. എന്നിട്ട് അവരെങ്ങോട്ടാ പോവുക? അവിടെ ഏതെങ്കിലും ഒരു പാടത്ത്, നമ്മളൊക്കെ ഈ വറകും പെരന്റെയും പിന്നെ കോഴിക്കൂടിന്റെ ഒക്കെ മുകളിലിടുന്ന ടാർപ്പായൊക്കെ വലിച്ചു കെട്ടിയിട്ടായിരിക്കും അവർ കിടക്കുക. അവിടെ ഉള്ള ആ ഒരു വാപ്പ, ആ പിതാവ് ആലോചിക്കുക, ഒരു പാമ്പ് കയറാത്ത അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ, ഇനി അത് കിട്ടിയാലോ, ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, അതിലൊരു ആസ്പെറ്റോസ് എങ്കിൽ ആസ്പെറ്റോസ്, അത് കിട്ടിയാലോ, ഓടുള്ള വീട് ഉണ്ടായിരുന്നെങ്കിൽ. ഓടുള്ള വീട് എന്താ ആലോചിക്കാരോ, ഇത് അടിച്ചോരാൻ തന്നെ നേരുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു ടെറസ് ആയിനെങ്കിൽ, വാർപ്പിന്റെ വീടായിരുന്നെങ്കിൽ. വാർപ്പിന്റെ വീട് കിട്ടിയാൽ പിന്നെ നല്ല ചൂടാ, ഇതിന്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതിന് മുകളിലേക്ക് എടുത്താൽ പിന്നെ അതിന് വലിപ്പം വേണം, റൂം വേണം, കാർപോർച്ച് പോരാ. മരുവൻ വരുമ്പോ ഓന്റെ വണ്ടി ഇപ്പുറത്താ നിർത്തണേ, 2 വണ്ടിയും കൂടി നിർത്താനുള്ളത് അന്ന് ആലോചിക്കേണ്ടത് ഏനല്ലോ. ഇത് ഇരുന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള കാക്ക കൊലായ്മ ഇരുന്നിട്ട് ആലോചിക്കണേ, പിന്നെ കാർപോർച്ച് പോരാ, ഇതിലേറെ ഉണ്ടാക്കി ഇനി അപ്പുറത്ത് കുറച്ച് സ്ഥലം വാങ്ങിയാലോ എന്നാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ. അതേക്കാരം അയാളെ ഏറ്റവും വലിയ ടെൻഷൻ. അന്നെടുത്ത ടൈല് ശരിയായില്ല, അന്നെടുത്ത മാർബിൾ ശരിയായില്ല, അന്ന് ഞാൻ പോകാത്തതിന്റെ കുഴപ്പമൊരു ഗുജറാത്തിൽ നിന്ന് വണ്ടിയിലാ കൊടുന്നത്. ഇവിടെ എത്തിയപ്പോഴല്ലേ ഞാൻ അറിഞ്ഞേ, പെരണ്ടാക്കി 15 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാക്ക പറയണ ഇപ്പോഴും ആ മാർബിളിന്റെ കളറ് പോരാന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരങ്ങനെയാണ്. നമ്മളോട് എന്താ പറഞ്ഞത്, നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. അപ്പുറത്തുണ്ടാവും പട്ടിണി അടക്കണവൻ, നമ്മളെ മുന്നിലുണ്ടാവും ഒരു സൈക്കിളും കൂടി വാങ്ങാൻ പൈസ ഇല്ലാത്തോലെ, അയാളെ ചിലപ്പോ അവിടെ ബസ് കാത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അയാൾക്ക് ബസ് സമയമൊക്കെ കറക്റ്റ് അറിയാം, ബസ്സിലേ അയാൾ പോകുണ്ടാവുള്ളൂ. അയാളെ മക്കളും നടന്നാ പോണേ. നമ്മളെ മക്കള് രാവിലെ ചിലപ്പോ ബൈക്ക് എടുത്ത് പോണോലുണ്ടാവും, നമ്മൾ കാറിൽ കൊണ്ടാക്കണോലുണ്ടാവും. നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാൻ, അത്തരം സ്ഥലത്തെ സമാധാനം ഉണ്ടാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട്, വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖകും വലാ തൻളുറു, നിങ്ങൾ നോക്കിപ്പോകരുത്. അമ്രിന്റെ കൽപ്പനന്റെ സീകയിലാ പറഞ്ഞേ, നോക്കിപ്പോകരുത് കേട്ടോ. നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലേ? ടെറസുള്ള വീടിൽ വലിയ 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കിട്ടിയവന്റെ ടെൻഷൻ ചിലപ്പോഴേ, എന്റെ വീടിന്റെ മുകളിൽ അന്ന് ഉണ്ടാക്കിയപ്പോ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഉറപ്പാ. അയാളുടെ ടെൻഷൻ അതായിരിക്കും. ആലോചിച്ചു. ഇങ്ങനെ മനുഷ്യരിങ്ങനെ ആലോചിച്ച് നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യാവൂ, ഇന്ന ആള് കണ്ടില്ലേ, ഇന്ന ആള് കണ്ടില്ലേ. അപ്പോഴാണ് എന്ത് വർക്കൗട്ട് ആവുക അറിയോ,
നിങ്ങളൊപ്പം കൂടിയിട്ട് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളൊപ്പം കൂടിയിട്ട് ഒന്നും ശരി. നിന്റെ അഞ്ചത്തി അപ്പുറത്ത് അങ്ങനെ, നിന്റെ ഏട്ടത്തി അവിടെ അങ്ങനെ, പോലും ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇക്കണ നിങ്ങളൊക്കെ അങ്ങനെ പറയണ പോലാണ് നല്ല പറയണേ. പലപ്പോഴും അങ്ങനെ ഉണ്ടാവുക. മറ്റോള് ഒരു 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 എന്താ പറയാ, ഒരു പുതിയ വീട് വെക്കുമ്പോ, കുടിരിക്കൽ ഉണ്ടാവുമ്പോ അഞ്ചത്തി ഫ്രിഡ്ജാ കൊണ്ടുപോയത്, ഏട്ടത്തിയോ വാഷിംഗ് മെഷീനാ കൊണ്ടുപോയത്, മറ്റോള് കട്ടില് കൊണ്ടുപോകുന്നാ പറഞ്ഞിക്കണേ. ഇപ്പൊ ഭർത്താവിനോട് പറയുമ്പോ ഭർത്താവിന്റെ പണി എന്താ? എടരിക്കോട് ഏതോ ഒരു ജ്യൂസ് കടയില് ജ്യൂസിന് ഇങ്ങനെ മിക്സി തിരിച്ചണ പണിയാ. 9 മണി മുതൽ ആ സാധു ഇഷാ വരെ ജ്യൂസ് തിരിച്ചു കഴിഞ്ഞാൽ പോരുമ്പോ മുതലാളി 200 ഉറുപ്യ കൊടുക്കും ആകെ ഒരു ദിവസത്തിന്. ഈ സാധു എന്ത് ചെയ്തെന്നറിയോ? എന്തായാലും കുടുംബത്തിലെ കുടിരിക്കലല്ലേ, ഓളെ പെരക്കാരതല്ലേ എന്ന് കരുതിയിട്ട് ഒരു 3 ദിവസത്തെ ഈ സാധുവിന്റെ 700 ഉറുപ്യ വെച്ചിട്ട് കോട്ടക്കൽ ഏതോ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കിച്ചൺ സെറ്റ് ആയിട്ട് വന്ന് അന്ന് രാത്രി ഇതേറ്റ് ഇങ്ങനെ വരുമ്പോഴേ ഭാര്യന്റെ മുഖം കറുത്തു പോകും. കാരണം എന്താ? ഓള് കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീനായിരുന്നേ, അല്ലെങ്കിൽ ഓള് കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കുന്നത് AC ആയിരുന്നു. ഈ സാധുവിന്റെ 3 ദിവസത്തെ കൂലി മാറ്റി വെച്ച്, മത്തി വാങ്ങാതെ മാറ്റി വെച്ച് കൊണ്ടുവന്നതേ ഒരു വിലയുണ്ടാവില്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. എന്നാ വല്ലോ ഖുർആാനോതുണ്ട്, ഇവര് ഫാമിലി മീറ്റിന് വരുന്നുണ്ട്, ഇവർ 1ാമത്തെ സൊപ്പിലുണ്ട്, മക്കളെ ഇഫ്ളിന് ചേർത്തിട്ടുണ്ട്, വസ്ത്രം നന്നായി ധരിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് ഖുർആാനോതുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? കമ്പയർ നടത്തുക, അയലോക്കത്തൊക്കെ നോക്കുക, നോക്കി മനുഷ്യ ഓലെ പെയിന്റ് നോക്കി, ഓലെ ഗേറ്റ് നോക്കി, ഓളെ പൗറ് നോക്കി, ഓലെ കുട്ടിന്റെ വണ്ടി നോക്കി, ആ കുട്ടിന്റെ ജോലി നോക്കി, ഈ സാധു എങ്ങനെയൊക്കെയോ ആ ഓട്ടോറിക്ഷ തിരിച്ചിട്ട് ചെരിച്ചും മറിച്ചും അങ്ങനെ ജീവിച്ചു പോകുക. സമാധാനം ശരിക്കുണ്ട്, പക്ഷെ നമ്മുടെ ഈ സംസാരം സമാധാനം കൊടുത്തു എന്നാണ്. ഗ്രഹണ നമസ്കാരം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മുടെ പള്ളിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രഹണ നമസ്കാരത്തിന്റെ സമയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു തരുന്ന ചില അനുഭവങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നിങ്ങനെ ആ മുസല്ലേന്ന് ഇങ്ങനെ മുന്നിക്കണ് നടന്നു പോയിന്നാ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹദീത്ത്. അത് ഈ ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഒരു 2 അടി മുന്നോട്ട് വെച്ചു, പെട്ടെന്ന് തന്നെ പിറകോട്ടും വെച്ചു. സലാം വീട്ടി കഴിഞ്ഞപ്പോ ഒക്കെ കഴിഞ്ഞ് സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല പ്രവാചകരെ, നിങ്ങൾ നിസ്കാരത്തിന്റെ അടിയിലാണ് മുന്നിക്കും പിന്നെ ഇങ്ങോട്ട് ബാക്കും വരുന്നത് കണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ചില പഴക്കുലകൾ കണ്ടതാ, അള്ളാഹു കാണിച്ചു കൊടുത്തതാ, അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാ. അപ്പൊ എനിക്ക് നരകവും കാണിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ പിറകോട്ട് മാറിയതാ. എന്നിട്ട് പറയണെന്തറിയോ? നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന. എന്നാ പറഞ്ഞറിയോ? ബിക്കുഫിരിഹിന്ന, അവരുടെ നിഷേധം കൊണ്ടാണ്. ഇത് കേൾക്കുമ്പോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അള്ളാഹുവിനോടുള്ള നിഷേധം കൊണ്ടാണോ? അത് കാഫിറുകളായ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ടാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, ചക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരെ ധിക്കരിച്ചതിന്റെ പേരില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, അതിനെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ, സാധാരണ മലയാളത്തിലേക്ക് മാറ്റിയാൽ അത് ഇങ്ങനെയാണ്. ഒരു സ്ത്രീ പറയുമെന്നാണ്, മനുഷ്യ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ത്രീ പറയുന്നാണ്. ഇത് പറയുമ്പോൾ ഓളിട്ട പർദ്ദയും ഓളിട്ട ഡ്രസ്സും ഓള് തിന്നതും ഓള് കുടിച്ചതും ഓള് കിടക്കുന്നതും ഓള് ധരിക്കുന്നതും ഒക്കെ ഈ മനുഷ്യൻ വാങ്ങിക്കൊടുത്തതാ. പക്ഷെ എന്നിട്ടും ഇങ്ങനെ പറയുന്നവർ ആ വാക്കുകൊണ്ട് നരകത്തിൽ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ ഒരു കമ്പാരിസണും വേണ്ട. ചിലപ്പോ കുറച്ച് പട്ടിണി ഉണ്ടാവും, വലിയ ഖുഷിയൊന്നും ഉണ്ടാവൂല, മൂപ്പർക്ക് ചിലപ്പോ കാർ ഓട്ടാനൊന്നും അറിയില്ല, ഓട്ടാൻ അറിഞ്ഞാൽ സ്വന്തം കാർ ഉണ്ടാവൂല, ബസ് കയറി പോണ്ടി വരും. കുടുംബക്കാരൊക്കെ ചിലപ്പോ കാറിലൊക്കെ കല്യാണത്തിന് വരുമ്പോ നമ്മൾ ബസ്സും കാത്ത് അവസാനം ബസ് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ചു പോണ്ടി വരും. പക്ഷേ അവിടെ സമാധാനം പരസ്പരം കൊടുക്കാൻ പറ്റണ എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, പള്ളിക്ക് പോണ കുട്ടികളുണ്ടല്ലോ, ലഹരിയില്ലാത്ത മക്കളാണല്ലോ എന്റേത്, ഞാൻ പള്ളിക്ക് പോകുന്നുണ്ട്, എൻ്റെ ഭർത്താവ് 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് ഇസ്ലാമിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ, പ്രിയപ്പെട്ടവരെ, സമാധാനമടയാൻ, സായുജ്യമടയാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ മറ്റോന്റെ കണ്ടില്ലേ മറ്റോളത് കണ്ടില്ലേ എന്ന് പറഞ്ഞു നടന്നാൽ ആ കുടുംബത്തിലെ സമാധാനം വരാൻ പോണില്ലെന്നാണ്. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പോയിന്റാണ്. എന്താണെന്നറിയോ? നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യമാരെയും ഉപ്പമാരെയും ഭർത്താക്കന്മാരൊക്കെ തീയെന്ന് നമ്മൾ രക്ഷിക്കണം. നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ നമ്മുടെ വീട് തീ കത്തിപ്പിടിക്കുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കണ്ടത് എങ്കിൽ നമ്മൾ എന്താ പറയാ? നമ്മൾ എന്തു പറയും?
അതുവരെ ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് പോലും ഉച്ചത്തിൽ സംസാരിക്കൂല, വല്ല പറയും എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയണമെങ്കിൽ വാ പൊത്തിപ്പിടിച്ച് പറഞ്ഞ ഉമ്മ ചിലപ്പോ വീട് കത്തിപ്പിടിക്കണത് കണ്ടാലേ ആർത്തു വിളിക്കും. ഇതാരും കേൾക്കൊന്നും പരിഗണിക്കൂല, ആർത്തു വിളിക്കും. വാതിൽ തള്ളി ചവിട്ടണ് തുറക്കൂ. അത് നിലമ്പൂർ കാട്ടുന്ന കൊടുന്ന തേക്കൊണ്ട് ഉണ്ടാക്കി 65,000 ഉറുപ്പ്യന്റെ വാതില നോക്കൂല, ചവിട്ടണ് പൊളിക്കും. കാരണം എന്താ അറിയോ, ഉള്ളില് മോള് പ്രസവിച്ച് കിടക്കണ്ടേ. പ്രായം ചെന്ന ഉമ്മ ആ വീട്ടിലുണ്ടേ, അവരറിഞ്ഞിട്ടില്ല അടുക്കള ഭാഗത്ത് നിന്ന് തീ കത്തിപ്പിടിച്ചത്. അവരെ രക്ഷിക്കണം, അവരെ സംരക്ഷിക്കണം, അതെന്റെ ഉത്തരവാദിത്വമാണെന്നൊരു വാപ്പയുടെ ഹൃദയത്തിൽ വരും, ഒരു ഉമ്മയുടെ മനസ്സിൽ വരും. അവര് വീട്ടിലേക്ക് ഓടി വരും, ആളുകളെ വിളിച്ചുകൂട്ടും, തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ആലോചിച്ചു, 3 വയസ്സായ നമ്മളെ കുട്ടി, പേരക്കുട്ടി അടുക്കളയില് തീ കത്തിക്കുന്നിടത്ത് ചെന്നിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടന്ന് ചെന്നിട്ടൊരു തീക്കൊള്ളി ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചാല് ഒരു ഉമ്മ എന്ന നിലക്ക് എന്താ ചെയ്യത്? കാഴ്ച കണ്ടാല് ആ തീക്കൊള്ളി ഒന്നാണ് പിടിച്ചു വലിച്ച് ഒന്നാണ് പൊള്ളട്ടെ, എന്നാ പിന്നെ തീന്റെ അടുത്തേക്ക് പോകൂലല്ലോ എന്ന് നമ്മൾ പറയില്ല, ഓടിച്ചെല്ലും നമ്മൾ. പോട്ടെ, അതിലും ചെറിയൊരു കുട്ടി, മുട്ടുകുത്തണ പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങനെ മുട്ടുകുത്തിയിട്ടേ ആ ഗ്യാസും കുറ്റിമ്മ പിടിച്ചിട്ടാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമ്മതിക്കൂല. നമുക്കറിയാം ആ കുട്ടി ഇപ്പം ചെയ്യുമ്പോൾ പിടിച്ചാലും അതങ്ങോട്ട് മറിഞ്ഞ് തന്നെ വെച്ചാലും അത് പൊട്ടിത്തെറിക്കൂല, അപകടമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഗ്യാസും കുറ്റിന്റെ അടുത്ത് ചിലപ്പോൾ കുട്ടീനെ എങ്ങനെ മാറ്റിക്കൊണ്ടുപോകും. കാരണം എന്താ അറിയോ, വല്ല അപകടം ഉണ്ടായാലോ എന്നാ. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ മക്കളിൽ നിന്നുണ്ടാകുന്ന ശ്രദ്ധയാണത്. ഈ ഒരു പേടിയും ബേജാറും പ്രിയപ്പെട്ടവരെ പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടോന്നാ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ വിളിച്ച്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കാക്കണം കേട്ടോ, സംരക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. പോരാ വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കണം. എവിടുന്ന കാത്തു സൂക്ഷിക്കേണ്ടത്? നാറ, കത്തിയാളുന്ന നരകത്തിയിൽ നിന്നും. ഈ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെന്ന. എന്നിട്ട് ആ നരകത്തെ കുറിച്ച് ഇങ്ങനെ ചേർത്ത് പറയുന്നുണ്ട്, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകമാണ്. നരകത്തിലെ ഇന്ധനം എന്ന് പറഞ്ഞാലേ കല്ലാണെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ അടുപ്പത്ത് പെരുമാറുന്ന ആൾക്കാർ, നമ്മളടുപ്പൊക്കെ കല്ലിന്റെ അടുപ്പായിരിക്കും. കല്ല് കത്തലില്ല, കല്ല് കത്തൂല. മൺപാത്രം വെച്ച് തീ വല്ലാതെ കൂടിയാൽ ചിലപ്പോ മൺപാത്രത്തിന്റെ സൈഡിക്കൊന്ന് തീ ആളിപ്പിടിച്ചേക്കാം, എന്നാലും അടുപ്പിന്റെ കല്ല് കത്തൂല. ഈ അടുപ്പിന്റെ കല്ല് എന്തേ കത്താത്തത്? ദുനിയാവിലെ ചൂട് പോരാ. നമ്മൾ കത്തിക്കണ ഓലക്കൊടിയും ആ തെങ്ങിന്റെ മടലുകൊണ്ടൊന്നും അടുപ്പിന്റെ കല്ല് കത്താനുള്ള ചൂട് കിട്ടൂല, ചിരട്ട കത്തിച്ചാലും കിട്ടൂല. എന്നാൽ ഈ കല്ലുകളെ നമ്മൾ വെക്കുന്ന പേപ്പറുകളെ പോലെ ഓലക്കൊടികളെ പോലെ ഇന്ധനമാക്കി നരകത്തിലെ ഇന്ധനമായി കല്ലുകളെ മാറ്റുന്നു. മനുഷ്യരും ഉണ്ടാവുന്നു ഈ നരകത്തില്. ആ നരകത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തെ കാത്തു സംരക്ഷിച്ചോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, ഞാൻ പറഞ്ഞല്ലോ ദുനിയാവിലെ സാഹചര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടേ. അടുപ്പത്തേക്ക് പോയത് ഇനി ആരായാലും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അടുപ്പന്റെ തിണ്ണയിലിരുന്ന് പിന്നെ ഭർത്താവ് വന്നിരുന്നാല് ഭാര്യ പറയും, ഇവിടെ ഇരിക്കണ്ട, വേറെ എവിടെയെങ്കിലും ഇരുന്നോ. അത് അപകടം ഉണ്ടാക്കുന്ന. ദുനിയാവിലെ ചൂടിന്റെ വിഷയത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടെങ്കിൽ പരലോകത്തെ ദുനിയാവിലെ ചൂടിന്റെ 69 ഇരട്ടി ചൂടാ പരലോകത്ത്. ആ പരലോകത്തെ ചൂടിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്തു നമ്മൾ എന്തു ചെയ്തു ആലോചിച്ചു. ഈ ഫാമിലി മീറ്റിന് വന്നപ്പോ കുടുംബത്തിൽ ഒരാളെയെങ്കിലും ബാക്കി വെച്ച് വന്നവരുണ്ടോ എന്ന് ആലോചിച്ചു. എന്തേ ഓലെ കൊണ്ടുവരാഞ്ഞി എന്ന് നമ്മൾ ആലോചിച്ചു. അത് ഒരു ദിവസം ഒഴിവ് കിട്ടിയാലല്ലേ കുട്ടികൾ അവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ വിരുന്ന് വന്നതല്ലേ, ഓല അവിടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. അത് മോനെ ഞാനും വിളിച്ചില്ല, എടാ ഈ ഒന്നാ പ്രോഗ്രാമിന് വാ, രാവിലെ ഒരു 10 ഒരു ഉച്ച വരെ അവിടെ ഇരുന്നാ മതി എന്ന് മക്കളോട് പറയാൻ ഒരു പക്ഷെ വാപ്പക്കും ഉമ്മക്കും പറ്റിയിട്ടുണ്ടാവില്ല. ഭർത്താവിനെ വിളിച്ച് നിങ്ങളൊന്ന് വന്നിരിക്കുക എന്ന് പറയും. വരൂലേ എന്നുള്ളത് വേറെ, ആ പറയുക എന്നുള്ള ബാധ്യത നമ്മൾ നിർവഹിച്ചോന്നാണ്. ഇവിടെ കോട്ടക്കൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസില്, സീനത്ത് ടെക്സ്റ്റൈൽസില് ഓഫർ സെയിലുണ്ട്, മാക്സി ഒക്കെ 100 ഉറുപ്പ്യക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാല് കക്കാട്ടുന്ന് ജീപ്പ് വിളിച്ചു പോകും, നമ്മൾ കാറ് വിളിച്ചു പോകും.
നമ്മൾ പോകും. അതിന് അവിടുന്ന് എന്ത് ചെയ്യും, കോയിച്ചനമുള്ളോലെയും വിളിച്ചു, അപ്പുറത്ത് വെന്നിയൂരുള്ള അമ്മായിനെയും വിളിച്ചു, അവിടെ ജമാഅത്തായിട്ട് പോയിട്ട് എല്ലാ ഓഫറും നമ്മൾ സ്വീകരിക്കും. പക്ഷേ ഈ ഫാമിലി മീറ്റിന് വന്നപ്പോ ഇതിന്റെ ഒരു പോസ്റ്ററെങ്കിലും നമ്മളിൽ എത്ര ആളുകളെ കൂട്ടര് ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്ന് ഫാമിലി ഗ്രൂപ്പ് കിട്ടിട്ട് മാണ്ടോലി പോരിട്ടോ ഞാൻ പോകുന്നുണ്ടെന്നെങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്നാണ്. ഇവിടെ വന്നിരുന്നതാ കുഴപ്പമായത്, അയാൾ കുറ്റം പറയാന്നല്ല. നമ്മൾ ഇരുന്ന് ആലോചിക്കുക, നമ്മുടെ മക്കൾ എവിടെ, നമ്മുടെ മക്കൾ എവിടെ, എന്റെ ഭർത്താവ് എവിടെ, എന്റെ ഭാര്യ എവിടെ, എന്റെ ഉമ്മ എവിടെ, എന്റെ അനിയൻ എവിടെ, എനിക്ക് ബാധ്യതയുണ്ട്, എന്റെ അയൽവാസി എവിടെ. എവിടേക്ക് പോവുകയാണെങ്കിലും ഓളെ കൂട്ടിയിട്ടാ പോവാ. ആരെ? അയൽവാസിനെ. ആശുപത്രിക്ക് പനി ഉണ്ടോ, ഇജ്ജു പോരണോ. ഡ്രസ്സ് എടുക്കാൻ ഇജ്ജു പോരണോ. എന്റെ കുട്ടിന്റെ ഒപ്പം ഒന്ന് പോയി കൊടുക്കുക. എല്ലായിടത്തേക്കും മൂപ്പത്തിയാ ഉള്ളത്. ഒരു ക്ലാസ് ഉണ്ടാവുമ്പോ ഇജ്ജു പോരണോ എന്ന് ചോദിക്കൂല. ഒരൊറ്റ കൊണ്ടരല് കൊടുന്നാൽ ചിലപ്പോൾ അവരെ ജീവിതം മാറുന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പേടിക്കേണ്ടത് എന്താ? ഞാനാണ് മരിച്ചാലേ എൻ്റെ കുട്ടി പട്ടിണിയാവോ? ഒരു പേടിയും വേണ്ട. നമ്മളാണ് മരിച്ചാലേ കാരണം ചിലപ്പോൾ കുട്ടി ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാനാണ് മരിച്ച എൻ്റെ കുട്ടിൻ്റെ പഠിത്തം ഒരു ബേജാറും വേണ്ട. പഠിക്കാൻ മണ്ടുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ഓനെ എവിടെയും കൊണ്ടുപോയി പഠിപ്പിക്കാൻ തയ്യാറാവും. മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കൂല. ഏറ്റവും ചുരുങ്ങിയത് ഓനെ എവിടെയും പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഏറ്റെടുക്കൂലേ. എന്റെ കുട്ടിക്ക് വല്ല അസുഖം ഉണ്ടായാൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കുക? ഇതൊക്കെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. പറ്റട് കുടുങ്ങിയതാണ് വിചാരിച്ചത്. കുട്ടി മജ്ജ മാറ്റി വെക്കും. പടച്ചറപ്പ് അത്തരം പരീക്ഷണങ്ങൾ കാത്തു സംരക്ഷിക്കുമാറാവും. എന്തു പ്രയാസം ഉണ്ടായാലും വാട്സപ്പിലൂടെ ഒരു 3 ദിവസം ഒരു ബാങ്ക് അക്കൗണ്ടും വെച്ചണക്ക് ഇറങ്ങിയാണ്ടല്ലോ 3 കോടി പിരിച്ചെടുത്ത ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരതിലൊന്നും ബേജാറ് വേണ്ട. അവിടെ അല്പം പള്ളി കമ്മിറ്റിക്കാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, അയലോക്കക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെ ഒന്നും പരിചയമില്ലാത്ത ഒരു QR കോഡിന്റെ ബന്ധം മാത്രമുള്ള ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇവരാരും ഇല്ലാത്തൊരു കാര്യമുണ്ട്. അയൽവാസിയാളും വരൂല, ഇല്ലേ, നാട്ടുകാരും വരൂല, വേറെ ആരും വരൂല, അഞ്ചത്തിയാളും വരൂല, ഏട്ടത്തിയാളും വരൂല, ആരും വരൂല. ഏതാ വിഷയം എന്നറിയോ? നമ്മുടെ മക്കളുടെ പരലോകത്തിന്റെ വിഷയം. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിലെ മക്കളുടെ ആവട്ടെ, ഭർത്താവിൻ്റെതാവട്ടെ, ഭാര്യയുടേതാവട്ടെ, കുടുംബത്തിലെ ധാർമ്മിക വിഷയത്തിൽ ആരും ഇടപെടൂല, ആരും ഉണ്ടാവില്ല അവിടെ. നമ്മുടെ മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കാനേ നമ്മളെ ഉണ്ടാവുള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയാലേ ഒരു വാപ്പയുടെയും മകന്റെയും ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരു വാപ്പയുടെയും മകന്റെയും കഥ പറയുന്നുണ്ട് ഖുർആൻ. ആ വാപ്പയുടെ പേര് ലുഖ്മാൻ എന്നാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മകന്റെയും ചരിത്രം നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. എത്ര തവണ നമ്മൾ ഖുർആൻ ആവർത്തിച്ച് വായിച്ചത്? കഴിഞ്ഞ റമളാനിൽ 2ഉം 3ഉം കത്തും തീർത്ത് ഓതിയോലുണ്ടാവും ചിലപ്പോ. അവിടെ ആ ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പേജ് മറിച്ചു പോയപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതൊന്ന് അർത്ഥം വെച്ച് വായിക്കാനും വായിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്താനും കൂട്ടരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോന്നാ. യാ ബുനയ്യ, പൊന്നുമോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്നാ. എന്താ വിളിച്ചതെന്നറിയാം? യാ ബുനയ്യ. എന്തപ്പോ അതിന് അർത്ഥം പറയാ? ഞാനും പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ പറഞ്ഞത് പൊന്നുമോനെ എന്നാണ്. പോരാ. അറബിയിലെ ബുനയ്യ എന്നുള്ള വാക്കിനെ മലയാളത്തിലെ പൊന്നുമോനൊന്നും ശരിയാവൂല. അതിനേക്കാൾ സ്നേഹമുള്ള വിളിയാ പാപ്പാന്റെ ചക്കര കുട്ടി. അല്ലെങ്കിൽ നമ്മൾ വിളിക്കണ ഏറ്റവും സ്നേഹത്തിൽ വിളിക്കണ പേരിനേക്കാൾ അറബിയിലെ യാ ബുനയ്യ എന്ന പ്രയോഗത്തിന്റെ അർത്ഥമുണ്ട് എന്നാ. എപ്പോഴാ വിളിക്കണെന്നറിയോ? എന്താ പറയണെന്നറിയോ? ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, വല്ലാത്ത ദുൽമന്നെയാണ് കേട്ടോ, വമ്പിച്ച അക്രമമാണ് കേട്ടോ ശിർക്ക്. ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ എത്ര ആളുകൾ മക്കളോട് ഈ വിഷയം പറഞ്ഞു? ഇവിടെ ഇരുന്നാല് അതിപ്പോ മദ്രസ ചേർത്തിയില്ലേ, മദ്രസ പോണില്ലേ, പൊതുപരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് കിട്ടി. ഇനിയിപ്പോ ഞാൻ പറയണ എന്താ? വാപ്പ എന്ന നിലയ്ക്ക്, ഉമ്മ എന്ന നിലയ്ക്ക്, ഒരു വല്ലിപ്പ എന്ന നിലയ്ക്ക്, വെല്ലുമ്മ എന്ന നിലയ്ക്ക് മക്കളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു കൊടുക്കാൻ സാധിച്ചുവോ? ശിർക്കിന്റെ വിഷയം എന്നാ. നമ്മൾ ദീനീ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമ്പോഴേ അവിടെ യാബുനയ്യ ഉണ്ടാവൂല, പൊന്നുമോനും ഉണ്ടാവൂല, ചക്കരക്കട്ട ഒന്നും ഉണ്ടാവൂല. വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ സ്നേഹത്തേടാ ഒന്ന് പോയിട്ട് റേഷൻ പീടിന്ന് അരി വാങ്ങിക്കൊണ്ടുവരോ, അവിടെ ചിലപ്പോ സ്നേഹം ഉണ്ടാവും. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമികമായിട്ടൊരു ഇത് കാണുമ്പോ പള്ളിക്ക് പോയിക്കൂടെ എന്ന് പറയുന്നിടത്ത് യാബുനയ്യ ഉണ്ടാവൂല, സ്നേഹത്തിലുള്ള വിളി ഉണ്ടാവൂല. അവിടെ ഒന്നും പള്ളിക്ക് പോയിക്കൂടെ എനിക്കെന്നേ പറയുള്ളൂ, അവിടെ ഒരു സ്നേഹത്തിന്റെ വിളി ഉണ്ടാവൂല.
അന്റെ പാന്റ് ഒന്ന് മടക്കി വെച്ചൂടെ എന്ന് പറയുന്നോടത്ത് സ്നേഹത്തിലെ വിളിയുണ്ട്. അന്റെ തട്ടപ്പോഴും അങ്ങനെയാണെന്ന് പറയാന്നല്ലാതെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അത് പറയാൻ ചിലപ്പോൾ കഴിയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് അതാ. ഇസ്ലാമികപരമായ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്നേഹം ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കോട്ടൊക്കെ കുടുങ്ങിയിട്ടാണ്, ബൈക്ക് എടുത്തൊന്ന് വരുമോ എന്താടാ എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ വാപ്പക്ക് കഴിയും. പള്ളിക്ക് ഓനെ സുബൈക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോ ആ സ്നേഹത്തിലുള്ള വിളി ഉണ്ടാവില്ല. ഇത് എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഈ വാപ്പയുടെയും മകന്റെയും ചരിത്രം പറഞ്ഞു തന്നത്? ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വാപ്പയും മകനും ഉണ്ടായിരുന്നത് പറയാനല്ല. ഒരു വാപ്പ എന്നുള്ള നിലക്ക് നമ്മൾ എങ്ങനെയാവണം എന്നാ പറഞ്ഞത്. ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഒരു രക്ഷിതാവ് എങ്ങനെയാവണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാലമായി മക്കളുണ്ടാകുന്നതിനും മുമ്പേ സൂറത്തുൽ ലുഖ്മാൻ എടുത്തു മറിച്ചു വായിച്ചു ഓതിപ്പോയി. ജീവിതത്തിൽ ഒരു അവസരം വന്നപ്പോ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂട്ടരെ പിന്നെ എന്തിനാ നമ്മൾ ഇരിക്കുന്നത്? മലയാളത്തിൽ കുത്തുബ കേൾക്കുന്ന, മലയാളത്തിൽ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെ ആരുടെ ജീവിതത്തിലാണ് മാറ്റമുണ്ടാവുക? തൗഹീദ് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഓട്ടം ശരി, എൻ്റെ ചാട്ടം ഓട്ടം ആർട്സും ഇതൊക്കെ ശരി തന്നെ, എൻ്റെ പാട്ടും എൻ്റെ ടൂറും ഒക്കെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടുള്ള കളിയില്ല കേട്ടോ. ഇനി ടർഫിക്ക് പോയിക്കോ, പക്ഷേ നിസ്കാരം വേണം കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടില്ല കളിയില്ല എന്ന് വാപ്പ എന്നുള്ള നിലക്ക്, ഉമ്മ എന്നുള്ള നിലക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോന്നാണ്. ഇതാ പറഞ്ഞേ, ഇവിടെ ഒരു നാട്ടുകാരും വരൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ. പോലെ ക്യാമ്പസിലേക്ക് പോയാൽ നമ്മൾ വിചാരിക്കണ മാതിരി ഒന്നല്ല ഇപ്പത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞാല്. നമ്മളൊക്കെ പണ്ട് ഈ പ്രായമുള്ള ആളുകളെയും കൂടി ഉദ്ദേശിച്ചിട്ട് പണ്ടൊക്കെ എന്താ വെച്ചാല് ഹെഡ് മാഷ് വരുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ബെഞ്ചുമെന്നാണ് നീച്ചൂല. പ്രിൻസിപ്പൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പൾ അന്ന് വന്ന് എന്ന് പറഞ്ഞാൽ ബേജാറേക്കാരം. ഒരു സാറിന്റെ ഒരു തല അവിടെ എവിടെയെങ്കിലും കണ്ടാൽ അടങ്ങിയിരിക്കും, ഒന്ന് ഒച്ചട്ടാൽ അടങ്ങിയിരിക്കും. ഇന്നേ പ്രിൻസിപ്പൾ റൂമിൽ കയറിയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തായി തോന്നണേ, പ്രിൻസിപ്പൾ റൂമിൽ കയറിയിട്ട് ഒരുത്തം ഭീഷണിപ്പെടുത്തുക, എനിക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഞാൻ ശരിയാക്കും, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ആരാ പറയണേ? ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു കുട്ടി. ഇത് ആ കുട്ടീന്റെ മാത്രം കുഴപ്പമല്ല, ഇപ്പത്തെ കുട്ടികൾ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റൂല. ഇപ്പൊ പലപ്പോഴും അതാ പറയാ, ഓരോട് പറയാൻ പറ്റും ഇപ്പത്തെ കുട്ടികളൊക്കെ എന്താ. ഇത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നേ. 10 കൊല്ലം മുമ്പുള്ള കുട്ടികളെ പറ്റി അന്നത്തെ വാപ്പാര് പറഞ്ഞിരുന്നെന്താ, ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു അവസ്ഥ എന്താ, ഒന്നും പറയാൻ പറ്റൂല. ഇത് കാലാകാലം പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ചുരുക്കി നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ജാഹിലിയ കാലഘട്ടം അത്രയൊന്നും നമ്മളെ നാട് ഇപ്പൊ എന്തായിട്ടില്ല, മോശമായിട്ടില്ല. അതിനേക്കാളും വലിയൊരു മോശമല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും നമ്മളെന്താ പറയാ, ഓരോട് പറഞ്ഞ ഓല തൊള്ളിയിലുള്ളത് കേൾക്കേണ്ടി വരും. കേട്ടോട്ടെ, നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നുണ്ടോന്നാണ്. ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ്. തൗഹീദ് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കളുടെ കൈ പിടിച്ചു കൊണ്ടുവരണം. അവര് ക്യാമ്പസിലേക്കാണ് പോയാലേ അവിടെ ഒരു അള്ളാഹ് ഉണ്ടാവില്ല, അവിടെ ഒരു ഇസ്ലാമും ഉണ്ടാവില്ല, ഒരു ദീനും ഉണ്ടാവില്ല. നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. അവിടെ നമ്മളിങ്ങനെ മദ്രസക്ക് നമ്മൾ പലപ്പോഴും പലരും മദ്രസക്ക് പറഞ്ഞേക്കുണ്ടല്ലോ എന്നാ. ഈ പറഞ്ഞേക്കൽ തന്നെ ഇങ്ങനെ മദ്രസ 7 മണിക്കാ തുടങ്ങുക, 7:40 വരും ഉസ്താദെ വണ്ടി വന്നേക്കണേ, ഉസ്താദെ പോട്ടെ. 7:40 ആകുമ്പോഴത്തേന് ആ മദ്രസത്തെ ഒരു 10% പോയി. 8 മണി ആകുമ്പോഴത്തേന് ഇതാ മദ്രസത്തെ പൗതി പോയി. അവസാനം മദ്രസ വിടുമ്പോ ആ അയലോക്കത്തെ 2 കുട്ടികളും 4 ഉസ്താദുമാരും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പല മദ്രസയിലും സംഭവിക്കുന്നത് അതാ. അപ്പോ കുട്ടികളെ ഇങ്ങനത്തെ സ്കൂളിൽ ചേർക്കണ്ടെന്നൊന്നുമല്ല, പക്ഷെ എന്ത് വേണമെന്നറിയോ, ആ മദ്രസ പോണീന്റെ 1 മണിക്കൂർ കൊണ്ടൊന്നും കുട്ടിയാൾക്ക് എല്ലാം കിട്ടൂല. അത് പെരിയിൽ വന്നിട്ടാ നോക്കണ്ടേ, അത് വീട്ടിൽ വന്നിട്ട് ചോദിക്കാൻ കഴിയണം. ഇതല്ലാത്ത സംവിധാനങ്ങൾ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടില് ഹൈസെക്കുകളുണ്ട് മക്കൾക്ക് വേണ്ടി, CRE സംവിധാനങ്ങളുണ്ട്, പ്രോഫ്കോണുകളുണ്ട്. ഇതല്ലാത്ത MSMന്റെ സമ്മേളനങ്ങളുണ്ട്, MSMന്റെ കമ്മിറ്റികളുണ്ട്. ഇവിടെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ കുട്ടി MSMൽ ഉണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇവിടെ ഇരുന്നിട്ട്. ഇല്ലെങ്കിലേ ഈ ഫാമിലി മീറ്റ് കഴിഞ്ഞ് പോകുമ്പോ ISMന്റെ ആരേറ്റ കണ്ടിട്ട് MSMന്റെ കണ്ടിട്ട് എന്റെ ചെക്കനും കൂടിയാണ് ചേർത്തല, നിങ്ങളെ മീറ്റിംഗ് ഉണ്ടാവുമ്പോ പറയണം, ഞാൻ ഓനെ ഇവിടെ കൊടുന്നാക്കാന്ന് പറയാൻ പറ്റണം. അവര് സ്കൂളിൽ പോയാലേ ഓല് ദുഹറിന്റെ നേരത്ത് പള്ളിക്ക് പോയാൽ ഓനെ കളിയാക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല തട്ടിട്ട് പോയിട്ട് അവളെ ക്ലാസ്സിൽ എത്തിയിട്ട് മഫ്ത ശരിക്കണ്ടിട്ടാലേ ഓളെ ഒറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവും. അവിടെ സപ്പോർട്ട് കൊടുക്കാൻ ഒരു ഉമ്മക്കും വാപ്പക്കും കഴിയണം. വെള്ളിയാഴ്ച ദിവസം മക്കള് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ചോദിക്കാൻ പറ്റണം, അല്ല ഇന്ന് എവിടെ ഹുതുബ, ഇന്ന് എന്താ കേട്ടത്, സംഭവം എന്തേക്കാരെന്ന് അറിയാം. ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സമയം എന്ന് പറഞ്ഞാല് നല്ല ഒരു കുറച്ച് ടൈം നമ്മളെ നാട്ടിലെ സ്കൂളിലൊക്കെ കിട്ടും. അന്നാ കുട്ടികളൊക്കെ മന്തി അടിക്കാൻ പോവാ, പൈസയൊക്കെ ഇങ്ങനെ ഒരുക്കി കൂട്ടിയിട്ട് മന്തി അടിക്കാൻ പോവാ. അവസാനം എന്ത് ചെയ്യുന്നറിയോ, സലാം വീട്ടിന് മുമ്പ് വരുന്നോല് സലാം വീട്ടിന് മുമ്പ് പാഞ്ഞാണ് വന്നിട്ട് ചവിട്ടിയിലോ അല്ലെങ്കിൽ ചെരുപ്പിന് മാറ്റിയിട്ട് അവിടെ അല്ലെങ്കിൽ കോണിക്കൂട്ടിലോ കോണിമ്മലൊക്കെ നിന്നിട്ടാ നിസ്കരിച്ച. ചിലപ്പോൾ ഒരുത്തം പറയും വുളുഎടുക്കാൻ നിന്നിക്കണമെങ്കിൽ സലാം വീട്ടിൽ കിട്ടൂല. ഇനി ഒന്ന് വുളുഎടുക്കാതെ പാഞ്ഞ് നിസ്കരിച്ചുകൊണ്ട്
സലാം കിട്ടി അൽഹംദുലില്ലാ. ഈ കോലത്തിലാ പലപ്പോഴും ക്യാമ്പസിന്റെ അടുത്തുള്ള പള്ളികളുള്ളത്. അവിടെ ഒരു ഇസ്ലാമികപരമായ കുടുംബത്തിലെ വാപ്പ ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഒറ്റട്ടം ചോദിച്ചാൽ മതി, ഇന്നിപ്പോ എന്തേ ഖത്തീബ് പറഞ്ഞേ, ഫസ്റ്റത്തെ ദിവസം ചിലപ്പോ മറുപടി കിട്ടൂല. രണ്ടാമത്തെ ആഴ്ചയും ചോദിക്കുക എന്താ ഖത്തീബ് പറഞ്ഞേ, എന്ത് വിഷയം അന്ന് ഉണ്ടായിരുന്നേ. ഓൻ അവിടെ എത്തും, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഹുത്തുബ ശ്രദ്ധിച്ചു കേൾക്കും. പെൺകുട്ടികൾ വരുമ്പോ ചോദിക്കണം എവിടുന്നാ ദുഹർ നിസ്കരിച്ച്, എന്റെ സ്കൂളിൽ സംവിധാനം ഉണ്ട് എന്ന് എനിക്കറിയാലോ. സ്റ്റാഫ് റൂമിന്റെ മൂലക്ക മുസല്ല 3 ഇട്ടിട്ടുണ്ട്, അവിടെ പോയി നിസ്കരിച്ചാൽ ഒപ്പുള്ളവള് കളിയാക്കും. അവിടെ സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. മക്കളുടെ ദീനിന്റെ വിഷയം ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ ആരുമില്ല. നാദാപുരത്ത് കഴിഞ്ഞ ഏതോ ഒരു ആഘോഷത്തിന്റെ സമയത്ത് 3 പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളെ കള്ളുടിച്ചിട്ട്, ഇപ്പോഴുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ അറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവുന്ന. പണ്ടൊക്കെ നാട്ടിലൊരു കള്ളുടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ അയാളെ പേടിയേക്കാരം, അയാൾ കുടിച്ചിട്ടുണ്ടോന്ന് നാട്ടുകാർ പറയും, എല്ലാരും പറയും അവിടെ മൂലൊക്കെ കിടക്കണുണ്ടാവും. ഇതേപോലെ 2 പെൺകുട്ടികൾ നാദാപുരം അങ്ങാടിയിലെ ലഹരിക്കടിമപ്പെട്ട് വീണു. മദ്യം കഴിച്ചിട്ട്, വേറൊന്നുമല്ല, മദ്യം കഴിച്ചിട്ട്. അവരെ വീഡിയോ ഒക്കെ പുറത്ത് ഇങ്ങനെ വന്നിരുന്നു, ബ്ലർ ചെയ്തിരിക്കണം, ആരാന്നറിയില്ല. പക്ഷേ തട്ടം ശരിക്ക് കാണണ്ടേ, നമ്മളെ കൗമന്യാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞ. നമ്മളെ മക്കളൊക്കെ കൺഫ്യൂഷനോടെ ഒരു തിന്മയോടെ കാണണം എന്നല്ല. നമ്മുടെ മകന്റെ അടിയിൽ നിന്ന്, മകന്റെ ബെഡിന്റെ അടിയിൽ നിന്ന്, തലയിണയുടെ ചുവട്ടിൽ നിന്ന്, കട്ടിലിന്റെ ചുവട്ടിൽ നിന്നൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിക ഉപദേശങ്ങൾ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് എങ്ങനെ നമ്മൾ ഉറപ്പിക്കും? കുടുംബത്തിൽ, മക്കളുടെ വിഷയത്തിൽ മാത്രമല്ലതെ ഭർത്താവിന്റെ വിഷയത്തിൽ ഉണ്ടാവണം. എങ്ങനെ ഉറപ്പിക്കും? ഇൽമിയായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ വഴിതെറ്റിക്കുക. അത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, ഭർത്താവിന്റെ വിഷയത്തിലായാലും ഭാര്യന്റെ വിഷയത്തിലായാലും. പെരുന്നിങ്ങനെ ആലോചിക്കുക, അന്നിപ്പോ മൂപ്പർ അങ്ങനെ നിസ്കരിക്കുന്ന ആളാണെന്നൊന്നും നോക്കിയില്ല, വാപ്പാണ് കെട്ടിച്ചു വിട്ട്. തിരിച്ചുണ്ടാവും, ഓളിപ്പോ ഒരു ആദർശമുള്ള കുടുംബം നോക്കിയില്ല, ഇപ്പൊ ഓളെ പള്ളിക്ക് വിളിച്ചാലും വരൂല, ക്ലാസ്സിന് വിളിച്ചാലും വരൂല എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവിടെ എന്തെങ്കിലും സ്ത്രീകൾ എന്താ ആലോചിച്ചാൽ മതി അറിയാം, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ട് അതിന് ട്യൂൺ ചെയ്ത് അതൊക്കെ ഭർത്താവിൻ്റെയൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയും. ഇതേപോലെ പള്ളിയിലേക്ക് പോകാനും ക്ലാസ്സിന് വരാനും ഒക്കെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ട്യൂൺ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും വേണം, നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയും വേണം. ഇൽമിയായ സാഹചര്യങ്ങൾ ബോധപൂർവം ഒരുക്കി കൊടുക്കണം. പള്ളിയിൽ എന്നാ ക്ലാസ് ഉള്ളത് അത് നമുക്ക് മാത്രം ചിലപ്പോൾ ഫോൺ വിളിച്ച് പറയുന്നില്ല, അത് പള്ളിന്റെ നോട്ടീസ് ബോർഡിലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മഹലിന്റെ ഗ്രൂപ്പിലേ വരുള്ളൂ. മതി, ഇതിലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോകും എന്ന് ബോധപൂർവമായ ഒരു ശ്രദ്ധയുണ്ടായാൽ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വല്ല ക്ലാസ്സിനും വന്നിട്ട് നമ്മളുണ്ടാവും ചിലപ്പോൾ ആ ക്ലാസ്സിൽ, പക്ഷേ കുട്ടി കേട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ഒരു കഷ്ടം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഖുത്ബ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി, കഴിഞ്ഞ വർഷം ഒരാളിങ്ങനെ വന്ന് പരിചയപ്പെട്ടു. അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു ഇസ്ലാമിക് ടച്ചുള്ള സംസാരം അല്ല ഫീൽ ചെയ്തേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ ഇസ്ലാമിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഞാൻ വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഖുർആനിലെ ഒരു ആയത്ത് കേട്ടതാണ്. ഹബ്ലിൽ വരീദ്, അള്ളാഹു നിങ്ങളുടെ കണ്ടനാടിയെക്കാളും മടുത്തവനാണ് എന്ന ഹബ്ലിൽ വരീദ് എന്നുള്ള പ്രയോഗം കേട്ടപ്പോ എൻ്റെ മനസ്സ് മാറിയെന്ന്. നമ്മൾ എത്ര വട്ടം കേട്ടിക്കണത്? നമുക്ക് വല്ല നമ്മളെന്താ അള്ള ഉണ്ട് എന്നതല്ലാതെ നമ്മൾ വേറെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ കുടുംബത്തിലെ രംഗത്തെ ഒരു ക്ലാസ്സിലിരുന്നോ, ഒരു ഹുതുബയിലിരുന്നോ, ഒരു CREയിലോ, ഒരു QHLS ക്ലാസ്സിലോ, നമ്മൾ പറഞ്ഞയച്ചൊരു ഹൈസക്കിൽ വെച്ചോ, MSMന്റെ സമ്മേളനത്തിൽ വെച്ചോ, പ്രോഫ്കോണിൽ വെച്ചോ അവൻ ഇരുന്നതിലെ ഒരു മിനിറ്റ് സമയം മതി അവന്റെ പരലോകം നന്നാവാൻ, നമ്മളെ പരലോകം നന്നാവാൻ. ഇത് എപ്പോഴാ സംഭവിക്കുക നമുക്കറിയില്ല. അതുകൊണ്ട് ദീനിയായ സാഹചര്യങ്ങൾ നമ്മൾ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് ഒരുക്കി കൊടുക്കണം എന്നാണ്. അതിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ചെറുപ്പത്തിലെ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക? ഇപ്പൊ അങ്ങനെയൊന്നും പറയല്ലേ ഒന്നാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ പറയായിരുന്നു, ചോറുന്നിട്ടില്ലെങ്കിൽ അള്ളാഹു തിജ്ജിലിടും. നമ്മളെ നാട്ടിലൊരു ശൈലി അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞത്, അള്ളാഹു തിജ്ജിലിടും. അങ്ങനെ ഒരു തീയിലിടുന്ന ആളായിട്ട് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതല്ല. വീട്ടിൽ നല്ലൊരു പൂവുണ്ടായി മുറ്റത്ത്, ആ പൂവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, ഈ പൂവിന്റെ നിറവും മണവും കൊടുത്തത് അള്ളയാണ്. വീട്ടിലേക്ക് ഒരു ആപ്പിളുമായിട്ട് നമ്മൾ വരികയാണ്,
വല്യപ്പ ഒരു ആപ്പിളായിട്ട് വന്നു. നമ്മൾ ആപ്പിൾ ഇങ്ങനെ കൊണ്ടുവച്ചു. സാധാരണ നമുക്ക് എന്ത് ചെയ്യാം, ആ വീട്ടിൽ ആപ്പിൾ കൊണ്ടുവച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആപ്പിൾ മുറിച്ച് എല്ലാവരും ഒരുമിച്ച് കഴിച്ചു, ഇങ്ങനെ ആവാം. പക്ഷെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തുക. എങ്ങനെയാണെന്നറിയോ? ഒരു ആപ്പിൾ പിടിച്ചിട്ട് 3 വയസ്സുകാരിയായ പേരക്കുട്ടിനെ വിളിച്ചിട്ട്, എത്താ എന്റെ കളറ് മോളെ? ഓള് ചുവപ്പ് എന്നൊന്നല്ല പറയാ, കാരണം അമ്മ പഠിപ്പിച്ചു കൊടുത്ത റെഡ് എന്നാ. അപ്പൊ കുട്ടി പറയും റെഡ്. ആ റെഡ്. ഈ റെഡ് കളർ കൊടുത്തത് ആരാ? കുട്ടിക്ക് ചിലപ്പോ അറിയും, ചിലപ്പോ അറിയില്ല. അത് അള്ളാഹു ആണ്. പറഞ്ഞു കൊടുക്കണം. പാപ്പ മുറിച്ചു തരാം കേട്ടോ, വെല്ലിപ്പ മുറിച്ചു തരാം, വെല്ലിമ്മ മുറിച്ചു തരാം. അത് മുറിച്ചിട്ട് ഇങ്ങനെ ആ ഓറഞ്ചിന്റെ ഒരു അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒരു കഷ്ണം വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ മധുരം ഉണ്ടോ? ഉണ്ടേ. ആരാ ഈ ആപ്പിളിൽ മധുരം നിറച്ചത്? അത് അള്ളാഹു ആണ്. കുട്ടിയെ കൂട്ടി ഒരു ബീച്ചിൽ പോകുമ്പോ, കാട്ടിൽ പോകുമ്പോ നമുക്ക് പറയാൻ കഴിയണം, ഈ തിരമാലകളെ സൃഷ്ടിച്ചത് റബ്ബാണ്. ഈ തിരമാലകളെ സൃഷ്ടിച്ചത് റബ്ബാണ്. ആ കാണുന്ന മാമലകൾ, തേയിലത്തോട്ടങ്ങൾ ചൂണ്ടി, ചുരത്തിന്റെ 1-ാം വളവിലിരുന്ന് താഴേക്ക് ചൂണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഈ പ്രകൃതി ഭംഗി നിറച്ചത് അള്ളാഹുവാണ്. ഇങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതേപോലെ ഇസ്ലാമിക അടയാളങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ചിലപ്പോൾ പ്രായമായ ആൾക്കാർക്കൊക്കെ പേരക്കുട്ടികളിൽ അപ്പം അല്ലെങ്കിൽ അന്നിപ്പോ ചെക്കൻ്റെ കാര്യത്തില് മോളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇനി അവരെ മക്കളുടെ കാര്യത്തിലെങ്കിലും ഇത് ശ്രദ്ധിക്കാൻ പറ്റണം എന്നാ. അവിടെ എന്ത് ചെയ്യണം എന്നറിയോ? ഇസ്ലാമികപരമായ അടയാളങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. സലാം പറയാ. ഒരാള് വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും എന്താ ചെയ്യുവെച്ചാല് മക്കള് ടാറ്റ ബൈ ബൈ ടാറ്റ കൊടുക്കുന്ന പറയുന്നത്. ടാറ്റ കൊടുക്കുക പോകുമ്പോ തന്നെ പറയാ. അത് മാറ്റാൻ കഴിയണം. അങ്ങനെ കൊടുത്തു എന്നുള്ളതുകൊണ്ട് നരകത്ത് പോകുന്നൊന്നല്ല. അവിടെ അസ്സലാമു അലൈക്കും എന്ന് കുട്ടികളെ ബോധപൂർവം പഠിപ്പിക്കാൻ. അവിടെ ആരെങ്കിലും പഠിപ്പിക്കണണ്ടാത്തന്നെ അത് ഇപ്പൊ തന്നെ കുട്ടികളെ എന്നാ പറയാ. ആയിക്കോട്ടെ, അതിനെന്താ? കുട്ടിക്ക് ചിലപ്പോ അസ്സലാമു അലൈക്കും എന്നൊന്നും പറയാൻ കഴിയില്ല, അസ്സലാലാന്നേ കിട്ടുള്ളൂ, മതി. അത് ചെറുപ്പം മുതൽ ഒരു ശ്രദ്ധയുണ്ടാകണം എന്നാണ്. ബോധപൂർവം പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടിക്ക് ആരെങ്കിലും ഒരു മിഠായി കൊടുത്താൽ നമ്മൾ പറയും താങ്ക്സ് പറയും. എന്ത് താങ്ക്സ്? അവിടെ ഒരു ജസാക്കല്ല പറയുന്ന എന്തേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത്? ജസാക്കല്ല പറയും, അല്ലെങ്കിൽ ശുക്രൻ പറയും. ഏറ്റവും ചുരുങ്ങിയത് അറബി എന്നുള്ള നിലയ്ക്ക് ശുക്രൻ പറയും, അല്ലെങ്കിൽ ഒരു ജസാക്കല്ല പറയും. ജസാക്കല്ല പ്രാർത്ഥനാ വചനമാണ്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ മദ്രസന്ന് കിട്ടേണ്ടതും ഇതൊക്കെ ഓല് വലുതായിട്ട് ഓല് നേടിയെടുക്കേണ്ടതൊന്നും അല്ല. ഇത് ചെറുപ്പം മുതൽ പ്രിയപ്പെട്ടവരെ ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അൽഹംദുലില്ലാ പറയാ. തുമ്മിക്കഴിഞ്ഞാല് അൽഹംദുലില്ലാ പറയാ. അൽഹംദുലില്ലാ പറയുന്നത് 3 വയസ്സായ കുട്ടിനോട് പറഞ്ഞ അവിടെ പെരയിലുള്ള അമ്മായി ചിലപ്പോ പറയും ഇപ്പൊ തന്നെ ആ കുട്ടിനെ എന്നൊക്കെ പറയും. ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട, അൽഹംദുലില്ലാ പറഞ്ഞു കൊടുക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, തുമ്മിയാൽ അൽഹംദുലില്ലാ. ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ ദിക്റുകളും ദുആയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറുപ്പത്തിൽ തന്നെ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക, നമുക്കിപ്പോ എത്ര ദിക്റാ ദുആയൊക്കെ അറിയാൻ. പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന അറിയണ എത്ര ആൾക്കാരുണ്ട് എന്ന് ആലോചിച്ചു. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രാർത്ഥന ചൊല്ലി ഇറങ്ങിയ എത്ര ആളുകൾ. എന്റെ വാഹനത്തിൽ ഇന്ന് കയറി ഞാൻ വന്നപ്പോ, വാഹനത്തിൽ കയറിയപ്പോ പ്രാർത്ഥന ചൊല്ലിയ ആളുകൾ എത്ര ഉണ്ട്? നമ്മൾ ആദ്യം ആലോചിക്കുക. നമ്മൾ ചെല്ലണ്ടേ? ഇല്ലെങ്കിൽ നമ്മളത് പഠിക്കുക. നമ്മൾ ചെല്ലണ്ടേ? നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. ഇവിടെ പലപ്പോഴും എന്താ പറയാറ്, അത് ഇപ്പൊ തന്നെ ഒന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടെന്നാണ്. ഇതേ കുട്ടിയെക്കാരൻ ചിലപ്പോ കക്കാട്ടുനിന്ന് എടരിക്കോട്ടേക്ക് ആ നീല ബസ്, ചെറിയ ബസ്സിൽ പോകുമ്പോ അതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് അവിടുന്ന് തിരിഞ്ഞിട്ട് അങ്ങോട്ട് വൈലത്തൂരിക്കാ പോകാനുള്ളത്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേന് ആ ബസ്സിൽ കേട്ട പാട്ട് കുട്ടി പഠിച്ചു. കുട്ടി ബസ്സിന്ന് ഇറങ്ങിയപ്പോ കുട്ടി ആ പാട്ട് പാടണേ. ആ ബസ്സിന്ന് കേട്ട പാട്ടിന്റെ ഒരു വരി ഒറ്റ തവണ കേട്ടിട്ടുള്ളൂ. ആ കുട്ടി അത് പഠിക്കും. ഈ കുട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞേ ഇപ്പൊ തന്നെ ഫാത്തിഹ സൂറത്ത്, ഇപ്പൊ തന്നെ ഖുൽ ഹുവല്ലാഹു. പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും കഴിയണം. മക്കൾ വലുതാകുമ്പോ പ്രാർത്ഥന ദിക്റുകളൊക്കെ പഠിപ്പിച്ച് മദ്രസയിലേക്കൊക്കെ വിളിക്കുമ്പോഴേ അന്നപ്പ വള്ളം പാരും ഞാൻ, അന്നപ്പ തല്ലും ഞാൻ എന്ന് പറയുന്നതിന് പകരം അവരെ കൂടെ ഒന്ന് ചേർന്ന് അവിടെ ഇങ്ങനെ അൽഹംദുലില്ലാഹി ഇല്ലദീ എന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ചു കൊണ്ടുവരാൻ കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഉമ്മാരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചിലപ്പോ ദേഷ്യം പിടിച്ച് അവരെ വലിച്ച് എണീപ്പിച്ചിട്ടാ കൊണ്ടുവരിക. അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയ. പലപ്പോഴും എന്താ പറയാറിയോ, 7 വയസ്സായി 8 വയസ്സായിട്ട് നിസ്കരിക്കാത്ത കുട്ടിനോട് നമ്മൾ എന്താ പറയുക, 2 കൊല്ലം കൂടി എൻ്റെ കളി അടക്കുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഓനെ തല്ലാനുള്ള പെർമിഷൻ ആര് തന്നേക്കണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നുകിടുന്നാ. 2 കൊല്ലം കഴിഞ്ഞാൽ എന്നെ കാണിച്ചരാ, 1 കൊല്ലം കഴിഞ്ഞാൽ എന്നെ കാണിച്ചരാ എന്ന് പറഞ്ഞ് 10ാമത്തെ വയസ്സിൽ കുട്ടിനെ തല്ലാനേ ഹദീസിന്റെ പിൻബലത്തിൽ തല്ലാൻ പറ്റൂല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? 7ാമത്തെ വയസ്സിലാണ് കൽപ്പിക്കണം. 7ാമത്തെ വയസ്സിൽ എന്താ പറയാന്നറിയോ? നിസ്കരിച്ചോ എന്ന് ചിലപ്പോ
പറയുന്നല്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കിട്ടും എന്ന് പറയാന്നല്ലാതെ എങ്ങനെ വുളു എടുക്കേണ്ടത്? വാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അനക്കുള്ള മുസല്ലത് അവിടെ വേറെ ചെറുതുണ്ട്, വല്യമ്മ ഉംറക്ക് പോയപ്പോ കൊടുന്നേ, അതും വിരിച്ചു കൊടുത്ത് അവിടെ നിസ്കരിച്ചോന്നും പറഞ്ഞ് ഒന്ന് കൂട്ടിപ്പിടിച്ചിരുത്തി എങ്ങനെ അത്തയ്യാത്തിൽ ഇരിക്കണം എന്നും എങ്ങനെയൊക്കെ കയ്യെട്ടുണ്ട് എന്നും എങ്ങനെ റുക്ക് എന്നൊക്കെ ഇതൊക്കെ മദ്രസിൽ പഠിക്കണ്ടേ. പക്ഷെ എന്താ, നമ്മളെ കുട്ടി 7:15 പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന, അല്ലെങ്കിൽ 7:45 പോകുന്നതിന് ശേഷം കർമ്മത്തിന്റെ പീരീഡ് വന്നിക്കണേ, ആ നിസ്കാരത്തിന്റെ പീരീഡ് ഓനക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ പ്രാക്ടിക്കലിന്റെ അന്ന് ഓന് കല്യാണത്തിന് പോയതാ, അന്ന് ഞായറാഴ്ച പള്ളിയിൽ കയറി മദ്രസിലെ പ്രാക്ടിക്കലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ പിന്നെ ആരാ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ പ്രിയപ്പെട്ടവരെ സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറെ ഖുർആൻ ക്ലാസ്സിന് പോയി ഖുർആൻ ക്ലാസ് കേട്ട് ആ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ശരി തന്നെ കേട്ടോ, അത് അങ്ങനെ തന്നെയാണല്ലോ, ഇത് ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് വീട്ടിക്കണ് കയറുമ്പോ ഒരു സപ്പോർട്ടും കിട്ടൂല. കാരണം എന്താ, ഭർത്താവ് ഈ ക്ലാസ് കേട്ടിട്ടില്ല, വാപ്പ ഈ ക്ലാസ് കേട്ടിട്ടില്ല, വീട്ടിലുള്ള ആരും ഇത് കേട്ടിട്ടില്ല. നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ആ ബുള്ളറ്റ് എടുത്ത് ഒറ്റ പോക്ക ജോ പോരണ എണ്ണയെന്ന് പോലും ചിലപ്പോ എന്ത് ചെയ്യില്ല, ഭാര്യയോട് ചോദിക്കുന്നുണ്ടാവില്ല. ചോദിക്കണം, അവരെ കൂട്ടിയാണ് പോണം, അവരെ മക്കളെ കൂട്ടി ഒരുമിച്ചാണ് പോകാൻ കഴിഞ്ഞാൽ. അതിനാണല്ലോ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചത്. ഇതൊരു തുടക്കമാകണം. ഇപ്പൊ 2 മഹല്ല് കൂടിയിട്ട് എന്നാണ്. ഇനി ഇങ്ങനെ തന്നെയാണെങ്കിലും ഓരോ മഹല്ലാണെങ്കിലും 2 മാസത്തിലോ 1 മാസത്തിലോ ബോധപൂർവം ഒരു സംഗമങ്ങൾ ഉണ്ടാക്കി അവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധപൂർവമായ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇവിടെ ഇരുന്ന് ആലോചിച്ച് നോക്കി, എന്റെ കുട്ടിക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കുക, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ അവസാനം പ്രാർത്ഥിച്ചത് എന്തിനാ? ഇവിടെ ഇരുന്ന് ആലോചിച്ചു. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അവസാനം പ്രാർത്ഥിച്ചത് എന്തിനാ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വിഷയത്തിലാണ് പ്രാർത്ഥിച്ചത്? ചിലപ്പോൾ ആലോചിച്ചാൽ കിട്ടണ പോലും ഇല്ല. കാരണം എന്താ അവസാനം പ്രാർത്ഥിച്ചതെന്ന് അറിയില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വാപ്പയുടെ പ്രാർത്ഥന പറഞ്ഞിരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ 20ഓളം പ്രാർത്ഥന ഖുർആനിലുണ്ട്. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, റബ്ബേ നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. ആരാ പ്രാർത്ഥിക്കണ ആലോചിച്ചു? ഖലീലുല്ലാഹി എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ എന്തെന്നറിയോ? നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ. നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, ഞാൻ മുജാഹിദ, ഞാൻ സലഫിയ, ഞാൻ എന്തൊക്കെ ആയാലും അവസാന സ്വർഗത്തിലേക്ക് എത്തുമല്ലോ എന്ന് കരുതി നമ്മൾ ഇവിടെ ഇരിക്കാൻ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് ആലോചിച്ചു. എത്ര കാലമായി സൂറത്തുൽ ഇബ്രാഹിം മറിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥന അർത്ഥം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോന്നാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, ഇതിന്റെ ബാക്കി ഭാഗം തരുമോ? വമിൻ ദുർരിയതി, ഞാൻ മാത്രം നമസ്കാരം നിലനിർത്തിയാൽ പോരാ, വമിൻ ദുർരിയതി, എന്റെ മക്കളിലും. ആരാ മക്കള്? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹം ആലോചിച്ചു. വാപ്പ പ്രവാചകൻ, 2 മക്കളും പ്രവാചകന്മാരാണ്. 2 മക്കളും പ്രവാചകന്മാരാണെന്ന് മാത്രമല്ല, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ബനൂ ഇസ്രായേലുണ്ടാകുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര എത്തി നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഈ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്നാണ്. ഇവിടെ ഇരുന്നണ്ട് ആലോചിച്ചോളി, എന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഞാൻ ഖത്തം തീർത്തു, എത്രയോ തവണ ഞാൻ സൂറത്തുൽ ഇബ്രാഹിം കടന്നുപോയി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഉണ്ടാവണം. എൻ്റെ ഭാര്യ, അവൾക്ക് വലിയ താല്പര്യം ദീനിനോടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തിരിച്ച് എൻ്റെ ഭർത്താവിന് റബ്ബേ ദീനിനോടുള്ളൊരു ഇഷ്ടം നൽകണം റബ്ബേ, സുബഹിക്ക് പള്ളി പോകാനുള്ള ഒരു താല്പര്യം നൽകണം റബ്ബേ, 5 നേരം ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ എൻ്റെ ഭർത്താവിന് ഉണ്ടാകണം റബ്ബേ, എൻ്റെ മക്കൾക്കുണ്ടാകണം റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം നമുക്ക്. മകന്റെ SSLC പരീക്ഷന്റെ തലേ ദിവസം 3 മണിക്ക് എണീറ്റ് മുസല്ല നനയുവോളം കരഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല, അത് വേണം. അതിൻ്റെ കൂടെ മകന്റെ പരലോകത്തിന്റെ വിഷയത്തിലും ശ്രദ്ധ വേണം. മക്കള് വിസിറ്റിങ്ങിന് പോയി 3 മാസം കഴിഞ്ഞ് 2.5 മാസമായപ്പോ ഉമ്മച്ചിനെ വിളിച്ചിട്ട് ഉമ്മച്ചി ഒന്നും ശരിയാവണില്ല, ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സ് പൊട്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ അവന്റെ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നാണ് പ്രിയപ്പെട്ടവരെ.
ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നനായി നിൽക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം പോലും എന്തറിയോ? മാ തഅ്ബുദൂന മിൻ ബഅദി. ഒരു വാപ്പാന്റെ ആദിയാണത്. മാ തഅ്ബുദൂന മിൻ ബഅദി. ഞാൻ മരണപ്പെട്ടാലേ നിങ്ങൾ എന്തിനാരാധിക്കുന്ന, നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഇന്ന് നമ്മൾ മരിച്ചാൽ ആ മരിക്കുന്ന സമയത്തിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ മക്കളെ ചേർത്തു നിർത്തി വല്ലതും പറയാൻ അവസരം കിട്ടിയാൽ ഒരു വാപ്പക്ക് പറയാനുണ്ടാവുക കടത്തിന്റെ വിഷയമാവും, കിട്ടാനുള്ള വരുമാനത്തെ കുറിച്ചാവും, മക്കളറിയാത്ത തോട്ടത്തെ കുറിച്ചാവും, അല്ലെങ്കിൽ ഓരോ രഹസ്യങ്ങളെ കുറിച്ചാവും, കുടുംബത്തെ കുറിച്ചാവും. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകുമോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നനായി കിടക്കുമ്പോ മക്കളെ ചേർത്ത് വിളിച്ചു ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാരാധിക്കുമെന്നാണ്. ഈ ഒരു ശ്രദ്ധ, ഈ ഒരു ചോദ്യം ഉണ്ടാകാൻ എന്തേ കാരണം? ഞാൻ മരണപ്പെട്ടാലും എന്റെ മക്കൾ ഹക്കിൽ ഉണ്ടാവണം, എന്റെ മക്കൾ തൗഹീദിൽ ഉണ്ടാവണമെന്നാണ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ. അല്ലാതെ മക്കൾക്ക് വേണ്ടി ഏക്കർ കണക്കിന് തെങ്ങും തോട്ടം ബാക്കി വെച്ച് മരണപ്പെടലല്ല, ഒരുപാട് വാടക കെട്ടിടങ്ങൾ ബാക്കി വെച്ച് മരണപ്പെടലല്ല. മറിച്ച് അവർക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച രൂപത്തിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു എന്ന ബോധ്യം വാപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടാവലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തിരുന്ന് ഉണ്ടാവണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എന്നല്ല, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെ വിഷയത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. മക്കളെ വിശേഷിച്ചും അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം എന്നാ. നമ്മളിങ്ങനെ വിടലാ, എത്ര 10ാം ക്ലാസ്, അവരപ്പുറത്ത് റൂം എടുത്തിട്ട് അവര് പഠിക്കുകയാണത്രേ, നമ്മളങ്ങനെ ഒഴിച്ചു വിടലാണ്. ആവാം അവര് പഠിച്ചോട്ടെ, പക്ഷെ ആരോട് കൂട്ടുകൂടുന്നു എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്രദ്ധയുണ്ടാവണമെന്നാണ്. പലപ്പോഴും തരെയോ മക്കൾക്ക് കൂട്ടുകെട്ടിന്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അവർക്ക് അവരെ കൂട്ടുകെട്ടുന്ന ഈ ടോപ്പാണടാ, ഈ ഉഷാറാണടി എന്ന് കേൾക്കാൻ വേണ്ടി ചിലപ്പോ അവര് എന്തും ചെയ്യും. അവരുടെ കൂടെ ഈ ഉഷാറാണ് എന്ന് കേൾക്കാൻ വേണ്ടി മാത്രം അവിടെ ഏതോ നാട്ടിലൊരു കല്യാണത്തിന്റെ തലേ ദിവസം പോയി കൊടുത്ത ഒരു ലഹരി ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ലഹരിക്കടിമപ്പെടുന്നവരായി നമ്മുടെ മക്കൾ മാറിയേക്കാം. എന്തേ കാരണം? നമ്മളാണ് രാത്രി കയറൂരി വിട്ടതാ. നമ്മൾ ചോദ്യം പറച്ചിലൊന്നുമില്ലാതെ വലിയ കുട്ടിയായില്ലേ, ഹൈസ്കൂളിൽ എത്തിയില്ലേ, ഹയർ സെക്കൻഡറി എത്തിയില്ലേ, ഒരു ലൈസൻസ് കിട്ടിയില്ലേ, ഇനിയിപ്പോ എന്തു ആകാം എന്നല്ല ഒരു വാപ്പയുടെയും ഉമ്മയുടെയും ഒരു പിടുത്തം പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം എന്നാണ്. ഏറ്റവും മിനിമം ആരാ കൂട്ടുകാര് എന്നെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തറിയോ? നമ്മൾ മക്കളെ പറ്റി പറഞ്ഞു, വീട്ടുകാരെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയണമെങ്കിൽ എന്തു വേണമെന്നറിയോ? നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. വാപ്പാന്റെ തുണി, വെല്ലിപ്പാന്റെ തുണി ഇങ്ങനെ ആ റോട്ടുമുള്ള കച്ചറ മുഴുവൻ എടുത്ത് പൊറുക്കി പോണ രൂപത്തിൽ ഉണ്ടാവുമ്പോ പേരക്കുട്ടിനോട് എടാ പാൻറ് നെരിയാണിന്റെ മുകളില് എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ആദ്യം മാറണമെന്ന. അനക്കൊന്ന് നിസ്കരിക്കാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കാൻ പോകുമ്പോ വിളിക്കണമെന്ന. ഇത് കുട്ടി ഒരു ദിവസം സ്കൂളിൽ നേരത്തെ വിട്ട് വന്ന് ഒരു പീഡിയക്കൊലായിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയപ്പോ വാപ്പ വേക്കുന്നത് നല്ല വലിച്ചു ഊതല. ഇങ്ങനെയുള്ളൊരു വാപ്പ എങ്ങനെ മോനോട് എടാ ഇതെങ്ങനെയാണ് ഇത് ലഹരിക്ക് പോകരുത് എന്ന് പറയാൻ എങ്ങനെ കഴിയുന്ന? ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തില് ഒരു കുട്ടി ഇങ്ങനെ ലഹരിക്ക് വേണ്ടി പിടിക്കപ്പെട്ടു. ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചതാണ്. വലിയ ലഹരി ഒന്നല്ല, ചെറിയ ലഹരി എന്ന് നമുക്ക് ഇന്ന് നമ്മൾ പറയുന്ന ഒരു ചെറിയ ലഹരിയാണ്. ആ കുട്ടിനോട് ചോദിച്ചപ്പോ, കുട്ടിന്റെ ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞത്, എൻ്റെ വാപ്പ നാട്ടിലെ പ്രധാനപ്പെട്ട ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. എന്നോട് എൻ്റെ വാപ്പ പറഞ്ഞു തരും, ഈ വേറെ ആരടുത്തേക്കും കള്ളുടിക്കാൻ പോണ്ട, അനക്ക് വേണ്ടത് ഞാൻ തന്നോളാം, ഇജ് അവരെ കൂടെ പോയി കേടരണ്ട, അനക്ക് ഇജ് എൻ്റെ ഒപ്പം കൂടി ഞാൻ തരുന്നത് മാത്രം കുറച്ച് കുടിച്ചാൽ മതി. ഒരു വാപ്പ കൊടുക്കണ ഉപദേശമാണ് മോന്. ആ വാപ്പ ചിലപ്പോൾ ആലോചിച്ചും വേറെ ആരെപ്പയും പോയി വലിയ കുടിയനാവുമെന്നാണ്, എൻ്റെ ഒപ്പം പോന്നാൽ ഞാൻ കൊടുക്കണതല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിച്ചിട്ടുണ്ടാവാം. ആ മകൻ പിന്നീട് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വന്ന് പിന്നീട് പോകേണ്ടി വന്നു. എന്നാൽ പോലും ഇങ്ങനെ ആളുകളുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മാതൃക കാണിച്ചു കൊടുക്കണം. എത്ര ആൾക്കാർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ പറ്റും ഇതേപോലെ തന്നെയാണ് കുടുംബത്തിലൊരു കല്യാണത്തിന് ഞാൻ പോക്ക്? എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? ചിലപ്പോൾ ആണുങ്ങളൊക്കെ ചിലപ്പോൾ ദേ കുപ്പായോ ദേ തന്നെ കാരം. ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇതേപോലത്തെ പോവാ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകൾ ഇങ്ങനെ പോകും എന്ന് ഇവിടെ ഇരുന്നുണ്ട് ആലോചിച്ചു. എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴും ഇതുപോലെ ഞാൻ തട്ടം ചുറ്റിയിട്ട് പോകും, സലഫി തട്ടം ഇട്ട് പോകുമെന്ന് പറയാൻ കഴിയുന്നവർ ചുരുക്കമാണ്.
ഇതൊന്നും നമുക്ക് കഴിയില്ലെങ്കിലേ നമ്മൾ കുട്ടിന്റെ വിഷയത്തിൽ നമ്മൾ എങ്ങനെ പറയാ, എന്റെ തട്ട റെഡിയാക്കേ, എന്റെ യൂണിഫോം റെഡിയാക്കേ എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതൃക കാണിച്ചു കൊടുക്കണം. വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നമ്മൾ ഉണ്ടായാലേ, നമ്മൾ ചെയ്താലേ, നമ്മൾ പോണുമ്പോ തന്നെ മുഴുവൻ കളിക്കണേ എങ്കിൽ നമ്മുടെ കുട്ടിയെ ഉപദേശിക്കാൻ കഴിയില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക വിശുദ്ധി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ പിശാചിന് സ്ഥാനമില്ല. പിശാചിന് സ്ഥാനമില്ലാത്ത വീട്ടിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വീടുകളിൽ ചില നമസ്കാരങ്ങൾ ബോധപൂർവം വീടുകളിൽ വെച്ചാവണം. പ്രത്യേകിച്ചും പുരുഷന്മാർ അവരുടെ റവാത്തിബ് നമസ്കാരങ്ങൾ, അതേപോലെ മറ്റൊരാളെ താരതമ്യം ചെയ്യലല്ല, തന്നെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. ഇന്റെ അത്ര ഇല്ലാത്തോലുണ്ടല്ലോ, റോഡ് സൈഡിൽ കിടക്കണോലുണ്ടല്ലോ, എനിക്കിപ്പോ ഇതെങ്കിലും ഉണ്ടല്ലോ, വലിയ മൊഞ്ചൊന്നുമില്ലെങ്കിലും കയറിക്കിടക്കാൻ ഒരു വീടുണ്ടല്ലോ, വാടക കൊടുക്കണ്ടല്ലോ, ആരും പേടിക്കണ്ടല്ലോ, മഴ കൊള്ളണില്ലല്ലോ. മഴ പെയ്തിട്ടേ കട്ടിലുമ്മ ഷീറ്റിട്ടിട്ടേ, മുകളിലെ ഷീറ്റിടാൻ വയ്യ, കട്ടിലുമ്മ ഷീറ്റിട്ടിട്ട് അതിന്റെ അടിയിൽ കിടക്കുന്ന ആളുകളെ എനിക്കറിയാം. നമ്മുടെ നാടുകളിലുണ്ട് എന്നാണ്. അവിടെ നമ്മൾ 2 നില വീടിനെ കുറിച്ചും റിമോട്ടിന്റെ ഗേറ്റിനെ കുറിച്ചും വില കൂടിയ ഇലക്ട്രിക് കാറുകളെ കുറിച്ചൊക്കെ ആലോചിക്കല്ല, ആലോചിച്ചിട്ട് സമാധാനം കളയാൻ നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാൻ കഴിയണം. ഒരു ഹറാമും എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരില്ല, എൻ്റെ കുടുംബത്തെ ശരിയായ വഴിക്ക് നയിക്കും എന്ന് തീരുമാനമെടുക്കാൻ ഇവിടെ ഇരുന്നു മാത്രം ആലോചിച്ചാൽ പോരാ. ഇത് കഴിഞ്ഞിങ്ങനെ റോട്ടിൽ ഇറങ്ങിയ ഈ ഊർജം ചോർന്നു പോകാൻ പാടില്ല. വിവാഹത്തിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നും പരാമർശിച്ചിട്ടില്ല, വരും ക്ലാസ്സുകളിൽ അത് ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മളെ ബാധ്യതയാണ്. അത് ദുനിയാവിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ പോലെ, ദുനിയാവിൽ അവരാരെങ്കിലും ആക്രമിക്കുമ്പോൾ അതിനെ തടയുന്നത് പോലെ പരലോകത്തിന്റെ വിഷയത്തിലും ബോധപൂർവമായ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. മക്കൾക്ക് തെർബിയത്ത് പകർന്നു കൊടുക്കണം, അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം, ദിക്റുകളും ദുആകളും ഇസ്ലാമിക അഭിവാദ്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. പലപ്പോഴും സംഭവിക്കാത്തത് അതാണ്. പ്രയാസം ഉണ്ടാകുമ്പോൾ നല്ലോ പ്രാർത്ഥിക്കും. കുട്ടി എന്തോ കളിച്ചപ്പോ കാലിനെന്തോ പറ്റി, അവൻ അഡ്മിറ്റ് ആയപ്പോ അവിടെ ആശുപത്രി വരാന്തയുടെ ഇരുന്നിട്ട് വല്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കൂടെ പരലോകത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. എൻ്റെ കുട്ടി മാതൃകയാക്കേണ്ടത് എന്നിൽ നിന്നാണ് എന്ന ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാലേ പവിത്രമായ കുടുംബമായി മാറും, ശാന്തിയുള്ള ഭവനമായി മാറും. പടച്ച റബ്ബ് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ ഇന്ന് ഒരുപാട് സെഷനുകളിൽ നമ്മൾ ക്ലാസ്സുകൾ കേട്ടു. അടുത്ത ക്ലാസ് നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത് വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കേൾക്കുന്ന പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി ആ തരത്തിൽ കുടുംബത്തോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസല്ലം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.